കാണാൻ കണ്ടു നോക്കാൻ
ഓക്കെ സ്റ്റാർട്ട് ചെയ്യട്ടോ, സ്റ്റാർട്ട് ചെയ്യാം. സൗണ്ട് ചെക്ക് ചെയ്യൂ. സൗണ്ട് കേട്ടോ, സൗണ്ട് ഓക്കെയാണോ ചെക്ക് ചെയ്യൂ. കൺഫേം ചെയ്യൂ, സൗണ്ട് കൺഫേം ചെയ്യൂ. ഓക്കെ 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 സ്റ്റാർട്ട് ചെയ്യട്ടാ. ബട്ട്ലർ വന്നവരും ഒന്നോളൂ. ലാസ്റ്റ് പറഞ്ഞിരുന്ന ഏരിയ, ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ഏരിയ പേയ്മെന്റ് ഓഫ് ടാക്സ് ആയിരുന്നു. ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ഏരിയ പേയ്മെന്റ് ഓഫ് ടാക്സ് ആയിരുന്നു. ആ പേയ്മെന്റ് ഓഫ് ടാക്സിൽ ഫസ്റ്റ് പറഞ്ഞ ഏരിയ ഒരു GST രജിസ്റ്റേർഡ് പാർട്ടി ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കാൻ ഡിലേ വന്നു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് വരും. നോർമൽ റേറ്റ് ആണ് 18%. അതല്ല കറസ്പോണ്ടിങ് ടാക്സ് അടക്കാൻ വരുന്നത് ഓൺ അക്കൗണ്ട് ഓഫ് ഫ്രോഡ് ആണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയി 24%. നെക്സ്റ്റ് ഏരിയ പറഞ്ഞ കറസ്പോണ്ടിങ് റീഫണ്ട് ആണ്. ഓൾറെഡി ഞാൻ മിസ്റ്റേക്ക് പ്രകാരം ഗവൺമെന്റിലേക്ക് GST ഡിപ്പാർട്ട്മെന്റ് ടാക്സ് അടച്ചു. ഈ മിസ്റ്റേക്ക് പ്രകാരമുള്ള ടാക്സ് റീഫണ്ട് ക്ലെയിം ചെയ്യുമ്പോൾ തിരിച്ചു കിട്ടാൻ വേണ്ടി അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അപ്ലിക്കേഷൻ കൊടുത്ത് വിത്തിൻ 60 days കൊണ്ട് റീഫണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ there is no concept of interest. റീഫണ്ട് കിട്ടുമ്പോൾ റീഫണ്ട് കിട്ടുന്ന റീഫണ്ട് കിട്ടുന്ന ഡേറ്റ് 60 days കഴിഞ്ഞിട്ടാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് 6%. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് 6%. ഓക്കെ, അതായത് പറഞ്ഞ ഏരിയ. പിന്നെ പറഞ്ഞ ഏരിയ നോർമലി 3 types ഓഫ് ലെഡ്ജർ ആയിരുന്നു. 3 types ഓഫ് ലെഡ്ജർ പറഞ്ഞപ്പോ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ, ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ, ഇലക്ട്രോണിക് ലൈബിലിറ്റി ലെഡ്ജർ, 3 types ഓഫ് ലെഡ്ജർ പറഞ്ഞിരുന്നു. ഓക്കെ, ഇതാണ് ലാസ്റ്റ് പറഞ്ഞ ഏരിയ. ഇനി ആ സെയിം ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഏരിയ ആണ് പെനാൽറ്റി ആൻഡ് ലേറ്റ് ഫീ. ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഏരിയ ആണ് പെനാൽറ്റി ആൻഡ് ലേറ്റ് ഫീ. തുടങ്ങുന്നുണ്ടോ? ഫസ്റ്റ് തുടങ്ങുന്നേ ഉള്ളൂ. ഫസ്റ്റ് പറയുന്ന ഏരിയ പെനാൽറ്റി ആൻഡ് ലേറ്റ് ഫീ ആണ്. ശ്രദ്ധിക്കട്ടോ, ഫസ്റ്റ് പെനാൽറ്റി പഠിക്കുമ്പോൾ എക്സാമ്പിൾ ജാനുവരി മന്തിന്റെ GST അടക്കാനുള്ള ഡേറ്റ് ആണ് എന്നാണ് February 20. ജനുവരി മന്തിന്റെ GST അടക്കാനുള്ള ഡേറ്റ് ആണ് 20th 20 ഫെബ്രുവരി ആണ്. 20th ഫെബ്രുവരി ആണ്. ഇനി 20 ഫെബ്രുവരി കഴിഞ്ഞാൽ 20 ഫെബ്രുവരിയിൽ അടയ്ക്കാനുള്ള ടാക്സ് എമൗണ്ട് 28 ഫെബ്രുവരിയിലാണ് GST അടക്കുന്നതെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് ഡിലേ 8 ദിവസമാണ്. ഒരു ദിവസം ഡിലേ വന്നു കഴിഞ്ഞാൽ കൊടുക്കേണ്ട പെനാൽറ്റി ആണ് 100 രൂപ ഫോർ CGST, 100 ഫോർ SGST. ഒരു ദിവസം കൊടുക്കാനുള്ള പെനാൽറ്റി ലേറ്റ് ഫീ എമൗണ്ട് ഇസ് ഈക്വൽ ടു 100 ഫോർ CGST ആൻഡ് 100 ഫോർ SGST. മാക്സിമം ഒരു ദിവസം കൊടുക്കാനുള്ള എമൗണ്ട് ആണ് 200. അങ്ങനെയാണെങ്കിൽ 20-ാം തീയതി അടക്കാനുള്ള ടാക്സ് എമൗണ്ട് 28-ാം തീയതിയാണ് അടക്കുന്നെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ 8 ദിവസം 8 × 100 800 CGST ആൻഡ് 800 SGST. ചില കേസിൽ ഈ ഡിലേ ജനുവരി മന്തിൽ അടക്കാനുള്ള ടാക്സ് എമൗണ്ട് മേ ബി നമ്പർ ഓഫ് ഡിലേ 50 ദിവസത്തിൽ കൂടുതലാണ്. എക്സാമ്പിൾ 55 days. ജനുവരി മന്തിൽ അടക്കാനുള്ള ടാക്സ് എമൗണ്ട് 55 ദിവസം ഡിലേ വന്നു. നിങ്ങൾ നോക്കുമ്പോൾ 55 × 100 5500 ആണ്. പക്ഷെ മാക്സിമം കൊടുക്കേണ്ട പെനാൽറ്റി ആണ് 5000 ഫോർ CGST ആൻഡ് 5000 ഫോർ SGST. റിവൈൻഡ് ചെയ്യാം. ഫസ്റ്റ് പെനാൽറ്റി പഠിക്കുമ്പോൾ ജനുവരി മന്തിന്റെ
GST അടയ്ക്കേണ്ട ഡേറ്റ് ആണ് നോർമലി എന്നാണ് ഫെബ്രുവരി 20th. 20-ാം തീയതി അടക്കാനുള്ള ടാക്സ് എമൗണ്ട് ഫെബ്രുവരി 20-ാം തീയതി അടക്കാനുള്ള ടാക്സ് എമൗണ്ട് 28 ഫെബ്രുവരിയിലാണ് അടക്കുന്നതെങ്കിൽ 8 ദിവസം ഡിലേ വന്നു. ഒരു ദിവസത്തെ ഡിലേക്ക് കൊടുക്കേണ്ട പെനാൽറ്റി ആണ് 100 ഫോർ CGST ആൻഡ് 100 ഫോർ SGST, ദാറ്റ് ഈസ് 200 പെർ ഡേ. ഇനി നമ്പർ ഓഫ് ഡേ ഡിലേ വരുന്നത് 50 ദിവസത്തിൽ കൂടുതലാണ്. എക്സാമ്പിൾ 55 ദിവസം ഡിലേ വന്നു കഴിഞ്ഞാൽ 55 × 100 5500 വരും. പക്ഷെ മാക്സിമം വരുന്ന എമൗണ്ട് ആണ് 5000 പെനാൽറ്റി CGST ആൻഡ് 5000 SGST. ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തോടി പറഞ്ഞതാണ് ഇൻട്രസ്റ്റ്. അതോടെ ക്വസ്റ്റ്യൻ പറഞ്ഞതാണ് നമ്മൾ ഓൾറെഡി. ജനുവരി മാസത്തിലെ ടാക്സ് എമൗണ്ട് അടക്കാനുള്ള എമൗണ്ട് 20-ാം തീയതിയാണ്. 20-ാം തീയതി 18 ഡേയ്സ് ഇതിൽ എഴുതിയിട്ടില്ലല്ലോ. അത് 18 ഡേയ്സ് ആണോ ശേഷമാണോ, അല്ലെങ്കിൽ സാർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണോ 18 ഡേയ്സ്? 28 ഇടല്ലേ, അടക്കാതെ 28 ദിവസം കഴിഞ്ഞിട്ടല്ലേ? അല്ലല്ല, ഈ ജനുവരി മന്തിന്റെ എന്ന് അടക്കാൻ വരിക നമ്മൾ പറഞ്ഞത്? ഹലോ, ജനുവരി മന്തിന്റെ ടാക്സ് അടക്കാനുള്ള ഡേറ്റ് എന്നാ? പിറ്റത്തെ മന്തിലല്ലേ? എന്നാ ഡേറ്റ്? പിറ്റത്തെ മന്ത് എന്നാണ്? 20-ാം തീയതി പറഞ്ഞാണ്. GSTR3 പേയ്മെന്റ് ഓഫ് ടാക്സ്. ഒരു മന്ത് കഴിഞ്ഞ കറക്റ്റ് ഞാൻ പറഞ്ഞിരുന്നു. ഒരു മന്ത് കഴിഞ്ഞാൽ അടുത്ത മാസം 10-ാം തീയതിയോട് കൂടി സെയിൽസ് കാണിക്കണം. GSTR1 ഫയൽ ചെയ്യണം. ഒരു മന്ത് കഴിഞ്ഞാൽ അടുത്ത മാസം 15th കൂടി പർച്ചേസ് മീൻ ഫയൽ ചെയ്യണം. ഒരു മന്ത് കഴിഞ്ഞാൽ അടുത്ത മാസം 20-ാം തീയതിയോട് കൂടി നെറ്റ് ടാക്സ് GST പേയ്മെന്റ് അടക്കണം പറഞ്ഞിരുന്നു. അങ്ങനെ 20-ാം തീയതിയാണ് അടക്കാനുള്ളത്. ആ എമൗണ്ട് 28-ാം തീയതിയാണ് അടക്കുന്നതെങ്കിൽ, ഓപ്ഷനാണ് അടക്കുന്നതെങ്കിൽ 20-ാം തീയതി അടക്കാനുള്ള എമൗണ്ട് 28-ാം തീയതിയാണ്. 8 ദിവസം ഡിലേ വന്നു. ഒരു ദിവസത്തെ ഡിലേക്ക് 100 രൂപ പെനാൽറ്റി വരും CGST, 100 രൂപ SGSTയും വരും. ഇതാണ് പറഞ്ഞ കൺസെപ്റ്റ്. ഓക്കേടാ? ഹലോ, മനസ്സിലായി. ഇനി അതിൽ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് ഇൻട്രസ്റ്റ്. രണ്ടാമത്തെ പോയിന്റ് ഇൻട്രസ്റ്റ് ഓൾറെഡി പറഞ്ഞതാണ്. ഞാൻ റിവൈൻഡ് ചെയ്യാം എങ്കിലും 20 ജനുവരി മന്തിന്റെ ടാക്സ് എമൗണ്ട് ഗവൺമെന്റിലേക്ക് അടക്കേണ്ട ഡ്യൂ ഡേറ്റ് ആണ് എന്നാണ് 20 ഫെബ്രുവരി. 20 ഫെബ്രുവരി അടക്കാനുള്ള ടാക്സ് എമൗണ്ട് ഞാൻ 28 ഫെബ്രുവരിക്കാണ് അടക്കുന്നതെങ്കിൽ നമ്പർ ഓഫ് ഡേ 8 ദിവസം ഡിലേ വന്നു. ഇൻട്രസ്റ്റ് കാണുമ്പോൾ എത്ര ശതമാനം വരും? ഇൻട്രസ്റ്റ് 18%. ഓൾറെഡി പറഞ്ഞതാണ്. മൂന്നാമത്തെ കൺസെപ്റ്റ് ആണ് GSTR1 മീൻ എന്നാണ് 10-ാം തീയതി. GSTR4 പിന്നെ പഠിക്കും 18-ാം തീയതി. GSTR5, GSTR6, GSTR1, GSTR3B, GSTR4, GSTR5 ആൻഡ് GSTR6 എന്താണെന്ന് പിന്നെ പഠിക്കും. ഈ സെയിം റിട്ടേൺ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ പെനാൽറ്റി എമൗണ്ട് ആണ് 50 rupees ആണ് പെനാൽറ്റി. 50 രൂപയാണ് പെനാൽറ്റി. ഇനി എക്സാമ്പിൾ ജനുവരി മന്തിൽ പർച്ചേസ് 0, ഒരു പർച്ചേസും ഇല്ല. ജനുവരി മന്തിൽ സെയിൽസ് ബെസ്റ്റ് എക്സാം പ്രസന്റ്ലി കൊറോണ ഓൺ അക്കൗണ്ട് ഓഫ് കോവിഡ് കാരണം കൊണ്ട് കഴിഞ്ഞ മാസം ഏതാണ്? മെയ് 2020 നോക്കുമ്പോൾ നോർമലി ഷോപ്പുകൾക്ക് പർച്ചേസ് കുറവായിരിക്കും, സെയിലും കുറവായിരിക്കും. അങ്ങനെ പർച്ചേസും സെയിൽസും ഇല്ല എങ്കിൽ കൺസെപ്റ്റ് ആണ് നിൽ എന്ന് പറയും. നില്ലായിട്ട് ഞാൻ ഫയൽ ചെയ്യും. നിൽ റിട്ടേൺ എന്ന് പറയും. നില്ലായി ഫയൽ ചെയ്യും. പർച്ചേസ് 0, സെയിൽസ് 0. അങ്ങനെ ഞാൻ മെയ് മാസത്തിന്റെ റിട്ടേൺ GSTR1 നില്ലാണ്. GSTRക്ക് നില്ല് ഫയൽ ചെയ്യുമ്പോൾ ഞാൻ കൊടുക്കാനുള്ള പെനാൽറ്റി എമൗണ്ട് ആണ് 20 rupees ആണ്. ഒരു ദിവസം ഡിലേ വരുമ്പോൾ ഞാൻ കൊടുക്കേണ്ട പെനാൽറ്റി എമൗണ്ട് ആണ് 20 rupees ആണ്. അതാണ് കൺസെപ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഏരിയ വേറെ ഏരിയ ആണ്.
TDS and TCS. നെക്സ്റ്റ് ഏരിയ ആണ്, സെയിം ചാപ്റ്റർ ആണ്. നെക്സ്റ്റ് ഏരിയ TDS and TCS. ശ്രദ്ധിക്കുക കേട്ടോ, ശ്രദ്ധിക്കുക. ഞാൻ ഒരു കോൺട്രാക്ടറാണ്. കോൺട്രാക്ടറായി ഞാൻ വർക്ക് എടുക്കുമ്പോ ഗവൺമെന്റ് വർക്കാണ് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ മുനിസിപ്പാലിറ്റി, ഇപ്പൊ കോട്ടക്കൽ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ആ മുനിസിപ്പാലിറ്റിയുടെ ലോക്കൽ ബോഡിയുടെ കോൺട്രാക്ട് പ്രകാരം ഞാൻ എടുക്കുന്ന ഞാൻ കോൺട്രാക്ടറാണ്. മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഈ മുനിസിപ്പാലിറ്റിയുടെ വർക്കാണ് ഞാൻ എടുക്കുന്നത്. എനിക്ക് ലോക്കൽ അതോറിറ്റിയായ മുനിസിപ്പാലിറ്റി ഫണ്ട് തരും. ഈ ഫണ്ട് തരുമ്പോ ആ ഫണ്ട് എമൗണ്ട് 250 കൂടുതലാണെങ്കിൽ, 250,000 എമൗണ്ടിൽ കൂടുതലാണെങ്കിൽ ഞാൻ കറസ്പോണ്ടിങ് ഇവിടെ എമൗണ്ടും എക്സാം നോക്കാം. വെയിറ്റ് ചെയ്യാം, എക്സാം നടത്തുക. വെയിറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ ഒരു ലോക്കൽ അതോറിറ്റിയാണ്. ലോക്കൽ അതോറിറ്റി മിസ്റ്റർ എ ഒരു കോൺട്രാക്ടറാണ്. ഞാൻ ലോക്കൽ അതോറിറ്റിയുടെ കോൺട്രാക്ട് വർക്ക് എടുത്തു. ഈ കോൺട്രാക്ട് വർക്ക് എടുക്കുമ്പോൾ കോൺട്രാക്ട് വാല്യൂ എമൗണ്ട് ആണ്. എക്സാമ്പിൾ 3 lakh എമൗണ്ട് ആണ് കോൺട്രാക്ട് വാല്യൂ. ഞാൻ 3 lakhന്റെ കോൺട്രാക്ട് ആണ് എടുക്കുന്നത്. GST ആക്ട് പ്രകാരം പഠിക്കുമ്പോൾ സർവീസ് പ്രൊവൈഡറായ പാർട്ടി അവരെ സർവീസ് ചാർജ് വാങ്ങുമ്പോൾ ആ സർവീസ് ചാർജിനോട് കൂടി എന്ത് കളക്ട് ചെയ്യണം? GST കളക്ട്. എക്സാമ്പിൾ ഞാൻ ഒരു കറസ്പോണ്ടിങ് ഒരു ഓഡിറ്റർ ആണെങ്കിൽ ഞാൻ ഏതെങ്കിലും പാർട്ടിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഓഡിറ്റിംഗ് ഫീ ആയിട്ട് വാങ്ങുന്ന 30,000 രൂപയാണ് ഓഡിറ്റ് ഫീ വാങ്ങുന്നതെങ്കിൽ ഏത് പാർട്ടിക്കാണോ ഇൻകം കിട്ടുന്നത് അവരെ പേരാണ് സർവീസ് പ്രൊവൈഡറായി ഞാൻ എന്റെ സർവീസ് ചാർജ് വാങ്ങുമ്പോൾ അതിനോട് കൂടി എന്ത് കളക്ട് ചെയ്യണം? GST കളക്ട് ചെയ്യണം കൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കറസ്പോണ്ടിങ് ഒരു കോൺട്രാക്ട്, ഞാൻ ലോക്കൽ അതോറിറ്റിയുടെ ഒരു കോൺട്രാക്ട് വർക്ക് എടുക്കുമ്പോൾ കോൺട്രാക്ടറായ പാർട്ടി കോൺട്രാക്ട് വാല്യൂ 3 lakhനാണ് വർക്ക് എടുക്കുന്നത്. ഈ 3 lakh എമൗണ്ട് ആർക്ക് കിട്ടും? കോൺട്രാക്ടർ കിട്ടും. കോൺട്രാക്ടർ ഇതിനോട് കൂടി എന്ത് കളക്ട് ചെയ്യും? ആഡ് GST. 18% GST വാങ്ങും. 18% GST വാങ്ങും. 18% is equal 52,000. 50,000. ടോട്ടലി ഞാൻ വാങ്ങുന്ന എമൗണ്ട് ആണ് 3,52,000. ഇതാണ് GST. കോൺട്രാക്ടറായ പാർട്ടി അവരെ വാല്യൂ എമൗണ്ടിനോട് കൂടി എന്ത് കളക്ട് ചെയ്യും? GST കളക്ട് ചെയ്യും. ഇനി ഇവിടെ പഠിക്കുന്ന ഏരിയ TDS and TCS mean ഇവിടെ ഫണ്ട് കൊടുക്കുന്ന പാർട്ടി ആരാണ്? ഫണ്ട് കൊടുക്കുന്ന പാർട്ടി ലോക്കൽ അതോറിറ്റിയാണ്. ഈ ലോക്കൽ അതോറിറ്റി ഒരു കോൺട്രാക്ടർക്ക് കൊടുക്കുന്ന കോൺട്രാക്ട് വാല്യൂ 2.5 lakhൽ കൂടുതലാണ്. 250 കൂടുതലാണ്. 250 കൂടുതലാണെങ്കിൽ ലോക്കൽ അതോറിറ്റി 3 lakh എമൗണ്ട് കൊടുക്കുമ്പോൾ അതിന്റെ 0.5 CGSTയും 0.5 SGST ആയി പിടിക്കും. ഈ പിടിക്കുന്ന എമൗണ്ട് പേരാണ് TDS. ഇതാണ് കൺസെപ്റ്റ്. റിവൈൻഡ് ചെയ്യാം. Twenty. 54 കേട്ടോ, 52 അല്ല 54 ആണ്. 54 സോറി.
3 lakh. Okay, ശ്രദ്ധിക്കട്ടാ. ഈ TDS എന്താന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. TDS മീൻ TDS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെന്റ് കൊടുക്കുമ്പോൾ ആ പേയ്മെന്റിന്റെ സെർട്ടൈൻ പെർസെന്റേജ് പേയ്മെന്റ് കൊടുക്കുന്ന പാർട്ടി പിടിച്ചു വെക്കും. ആ പിടിച്ചു വെക്കുന്ന എമൗണ്ട് പറയാൻ TDS. ഇനി പേയ്മെന്റ് കൊടുക്കുന്ന പാർട്ടി 7 പാർട്ടി. താഴെ പറയുന്ന 7 പാർട്ടി ഏതെങ്കിലും കോൺട്രാക്ടർക്ക് താഴെ പറയുന്ന 7 പാർട്ടി ഈ 7 പാർട്ടിയുടെ കോമൺ പേരാണ് DDO, ഡ്രോയിങ് ആൻഡ് ഡിസ്പേഴ്സ്മെന്റ് ഓഫീസർ. ഡ്രോയിങ് ആൻഡ് ഡിസ്പേഴ്സ്മെന്റ് ഓഫീസർ എന്ന് പറയും, DDO എന്ന് പറയും. ഈ 7 പാർട്ടി ഏതെങ്കിലും കോൺട്രാക്ടർക്ക് കോൺട്രാക്ട് വാല്യൂ കൊടുക്കുമ്പോൾ 2.5 ലാഖിൽ കൂടുതലാണെങ്കിൽ ആ കൊടുക്കുന്ന കോൺട്രാക്ട് വാല്യൂവിന്റെ 0.5% CGSTയും 0.5% SGSTയും കട്ട് ചെയ്യണം. ഇതാണ് കൺസെപ്റ്റ്. ഫസ്റ്റ് നോക്കാം. ആ 7 പാർട്ടി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്, ലോക്കൽ അതോറിറ്റി, ഗവൺമെന്റ് ഏജൻസി, any authority or board set up by act of parliament or state assembly, example LIC, KSFE ഇങ്ങനെയുള്ള പാർട്ടി, അതോറിറ്റി ഓർ ബോർഡ് സെറ്റ് അപ്പ് ബൈ ഗവൺമെന്റ് കമ്പനി, സൊസൈറ്റി എസ്റ്റാബ്ലിഷ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ലോക്കൽ അതോറിറ്റി, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. ഈ 7 പാർട്ടി ഏതെങ്കിലും only for കോൺട്രാക്ട് പേയ്മെന്റ് കൊടുക്കുമ്പോൾ ആ കോൺട്രാക്ട് എമൗണ്ട് 2.5 ലാഖിൽ കൂടുതലാണെങ്കിൽ ആ കൊടുക്കുന്ന എമൗണ്ടിന്റെ 1% CGSTയും 1% 0.5 അല്ല 1% CGSTയും 1% SGSTയും കട്ട് ചെയ്യണം. നോട്ടായിട്ട് the above specified party is known as deductor, has to deduct TDS 2% if the value of taxable supply exceeds 2,50,000. നോട്ടായിട്ട് value of contract 2.5 lakh ആണെങ്കിൽ there is no requirement of TDS. Value of supply shall not include tax indicated in the invoice. Okay, ഇതാണ് ബേസിക് കൺസെപ്റ്റ്. ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നോക്കാം. ശ്രദ്ധിക്കുക. എക്സാമ്പിൾ ഒരു ലോക്കൽ അതോറിറ്റി ഒരു കോൺട്രാക്ടർക്ക് കൊടുക്കുന്ന ഫണ്ടാണ് 5 lakh എമൗണ്ട് ആണ്. 5 lakh എമൗണ്ട് കോൺട്രാക്ട് വാല്യൂ ആയി കൊടുക്കുന്നുണ്ട്. 5 lakhs എമൗണ്ട് കൊടുക്കുന്ന ഡേറ്റ് ആണ് എക്സാമ്പിൾ 25 ജനുവരി 2021. ഈ ഡേറ്റിലാണ് കോൺട്രാക്ട് എമൗണ്ട് കൊടുക്കുന്നത്. ലോക്കൽ അതോറിറ്റി ഒരു കോൺട്രാക്ടറായ പാർട്ടി കൊടുക്കുന്ന കോൺട്രാക്ട് വാല്യൂ ആണ് 5 lakh ആണ്. കൊടുക്കുന്ന ഡേറ്റ് ആണ് 25/1. അങ്ങനെയാണെങ്കിൽ ലോക്കൽ അതോറിറ്റി ഈ 5 lakh എമൗണ്ട് കൊടുക്കുമ്പോൾ അതിന്റെ എത്ര ശതമാനം കറസ്പോണ്ടിങ് CGST ആയിട്ട് 1%. CGST ആയിട്ട് 1% 5 lakh എമൗണ്ട് 5 lakhന്റെ 1% 5,000 കറസ്പോണ്ടിങ് 1% is equal to 5,000 എമൗണ്ട് TDS കട്ട് ചെയ്യും. CGST SGST ആയിട്ട് SGST എമൗണ്ട് ആയിട്ട് 1% കട്ട് ചെയ്യും. ഓക്കെ, ഈ കട്ട് ചെയ്ത എമൗണ്ട് പേയ്മെന്റ് കൊടുക്കുമ്പോൾ കൊടുക്കുന്ന പാർട്ടി TDS കട്ട് ചെയ്യും. ഇനി ഈ കട്ട് ചെയ്ത എമൗണ്ട് ജനുവരി മന്ത് ആണ്. ജനുവരി മന്തിൽ ഏതെങ്കിലും ലോക്കൽ അതോറിറ്റി ആ 7 പാർട്ടി ജനുവരി മന്തിൽ ഡിഫറന്റ് ഡേറ്റിൽ
ഓൾറെഡി കോൺട്രാക്ടർക്ക് പേയ്മെന്റ് കൊടുക്കുമ്പോൾ TDS കട്ട് ചെയ്യും. ഈ കട്ട് ചെയ്ത എമൗണ്ട് ഗവൺമെന്റിലേക്ക് അടക്കേണ്ട ഡേറ്റ് ആണ് ഈ ജനുവരി മന്ത് കഴിഞ്ഞാൽ അടുത്ത മാസം 10th അടക്കാനുള്ള ഫോം നമ്പർ ആണ് GSTR 7. നോക്കേണ്ടത് മുകളിൽ ഞാൻ 7 പാർട്ടി മുകളിൽ ഞാൻ ഓൾറെഡി 7 പാർട്ടി പറഞ്ഞു. ആ 7 പാർട്ടിയുടെ കോമൺ ആയിട്ട് പറയുന്നത് DDO. ഈ DDO ജനുവരി 1-ാം തീയതി മുതൽ ജനുവരി 31-ാം തീയതി വരെ ഏതെങ്കിലും കോൺട്രാക്ടർക്ക് പേയ്മെന്റ് കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന വാല്യൂ 2.5 lakhൽ കൂടുതലാണെങ്കിൽ കൊടുക്കുന്ന എമൗണ്ടിന്റെ 1% CGSTയും 1% SGSTയും കട്ട് ചെയ്യും. ഈ കട്ട് ചെയ്ത എമൗണ്ട് ജാനുവരിയിൽ ഡിഫറന്റ് ഡേറ്റിൽ കട്ട് ചെയ്ത എമൗണ്ട് ജാനുവരി മന്ത് കഴിഞ്ഞ് അടുത്ത മാസം 10-ാം തീയതിയോട് കൂടി ഗവൺമെന്റിലേക്ക് ഞാൻ അടക്കണം. അടക്കാനുള്ള ഫോം നമ്പർ ആണ് GSTR 7. അടക്കാനുള്ള ഫോം നമ്പർ ആണ് GSTR 7 ഫോം ആണ്. ഓക്കെ, ഇനി അപ്പൊ ഞാൻ ഓൾറെഡി കട്ട് ചെയ്തു. ഞാൻ GSTR 7 ഫോം എന്ന് ഫയൽ ചെയ്യും. GSTR 7 ഫോം GSTR 7 മാൻ 10th ഫെബ്രുവരി 2021 കൂടി ഫയൽ ചെയ്യും. 10th ഫെബ്രുവരി 2021 കൂടി ഫയൽ ചെയ്യും. ഈ ഫയലിംഗ് ഡേറ്റ് കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊരു കോൺട്രാക്ടർ ആണെങ്കിൽ എനിക്ക് പേയ്മെന്റ് തരുമ്പോൾ ലോക്കൽ അതോറിറ്റി TDS കട്ട് ചെയ്തു. എത്ര എമൗണ്ട് ആണ് TDS കട്ട് ചെയ്ത്? ഈ കട്ട് ചെയ്ത എമൗണ്ട് ഗവൺമെന്റിലേക്ക് എന്നാണ് അടച്ചത്? എത്ര CGST 1%, SGST 1%, എമൗണ്ട് ഓഫ് TDS, ആ ഫുൾ ഡീറ്റെയിൽസ് GSTR 7 ഡ്യൂ ഡേറ്റ് GSTRന്റെ 7 ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് വിത്തിൻ 5 days കൊണ്ട് GSTR 7 ഡ്യൂ ഡേറ്റ് എന്നായിരുന്നു 10. അത് കഴിഞ്ഞ് വിത്തിൻ 5 days മീൻ 15/2/2021 കൂടി TDS കട്ട് ചെയ്ത ലോക്കൽ അതോറിറ്റി ഏത് കോൺട്രാക്ടറുടെ എമൗണ്ട് ആണോ കട്ട് ചെയ്ത് ആ പാർട്ടിക്ക് കൊടുക്കാനുള്ള ഫോം നമ്പർ ആണ് GSTR 7A. കൺസെപ്റ്റ് ആണ് TDS സർട്ടിഫിക്കറ്റ് എന്ന് പറയും. റിവൈൻഡ് ചെയ്യാം. ഒരു ലോക്കൽ അതോറിറ്റി ജനുവരി 1-ാം തീയതി മുതൽ ജനുവരി 31-ാം തീയതി വരെ ഡിഫറന്റ് ഡേറ്റിൽ ഡിഫറന്റ് കോൺട്രാക്ടർക്ക് എന്ത് കൊടുക്കും? കോൺട്രാക്ട് പേയ്മെന്റ് കൊടുക്കും. ഈ കോൺട്രാക്ട് പേയ്മെന്റ് കൊടുക്കുമ്പോൾ അതിന്റെ വാല്യൂ 2.50 കൂടുതലാണെങ്കിൽ പേയ്മെന്റ് കൊടുക്കുമ്പോൾ 1% CGSTയും 1% SGSTയും കട്ട് ചെയ്യും. ഈ കട്ട് ചെയ്ത എമൗണ്ട് ഗവൺമെന്റിലേക്ക് അടക്കാനുള്ള ഡേറ്റ് ആണ് ജനുവരി മന്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്തിലെ 10th ഫെബ്രുവരി 2021 കൂടിയാണ് ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ടത്. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി ഈ ലോക്കൽ അതോറിറ്റി DDO പാർട്ടി പല കോൺട്രാക്ടറുടെ TDS കട്ട് ചെയ്യും. അപ്പൊ ഏതെല്ലാം ഞാൻ എക്സാമ്പിൾ ഒരു കോൺട്രാക്ടർ ആണെങ്കിൽ എത്ര എമൗണ്ട് ആണ് TDS കട്ട് ചെയ്ത്? എന്റെ കോൺട്രാക്ട് വാല്യൂ 10 lakh ആയിരുന്നു. അതിന്റെ 1% CGST കട്ട് ചെയ്തു, 1% SGST കട്ട് ചെയ്തു. എന്നാണ് ആ കട്ട് ചെയ്ത ലോക്കൽ അതോറിറ്റി ഗവൺമെന്റിലേക്ക് അടച്ചത്? ആ ഫുൾ ഡീറ്റെയിൽസ് 10 ഫെബ്രുവരി കഴിഞ്ഞ് വിത്തിൻ 5 days മീൻ 15 ഫെബ്രുവരിയോട് കൂടി കോൺട്രാക്ടറായി എനിക്ക് സമർപ്പിക്കണം. കൺസെപ്റ്റ് ആണ് GSTR 7A TDS സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. ഇതാണ് കൺസെപ്റ്റ്. ഓക്കെ, ഡൗട്ട് നീ പറയും. ഫസ്റ്റ് പാർട്ട് നോക്കാം. പ്രൊസീജിയർ അണ്ടർ TDS ആണ്. ദി എമൗണ്ട് ഡിഡക്റ്റഡ് shall be paid to central government within 10 days after the end of the month in which such deduction is made. ജനുവരി മന്ത് ആണെങ്കിൽ അടുത്ത മാസം 10-ാം തീയതി. Deductor use return under GST in the form of GSTR 7. ഈ പാർട്ടി 10-ാം തീയതി ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കുമ്പോൾ ഉപയോഗിക്കേണ്ട റിട്ടേൺ ഫോം ആണ് GSTR 7 ആണ്.
അത് കഴിഞ്ഞാൽ ഡിഡക്ടർ DDO ലോക്കൽ അതോറിറ്റി ഷാൾ ഫർണിഷ് TDS സർട്ടിഫിക്കറ്റ് ഇൻ ഫോം നമ്പർ GSTR 7A ടു ദി ഡിഡക്റ്റി. കോൺട്രാക്ടറായ പാർട്ടിക്ക് എത്ര എമൗണ്ട് TDS സർട്ടിഫിക്കറ്റ് ഫർണിഷ് ഇൻ ഫോം നമ്പർ ഓഫ് GSTR 7A, ആ TDS സർട്ടിഫിക്കറ്റിൽ എത്ര എമൗണ്ട് ആയിരുന്നു കോൺട്രാക്ട് വാല്യൂ, റേറ്റ് ഓഫ് TDS 1% CGST, 1% SGST, അല്ലെങ്കിൽ 2% IGST, അങ്ങനെയും വരാം. എമൗണ്ട് ഡിഡക്റ്റഡ്, എത്ര എമൗണ്ട് ആണ് ഗവൺമെന്റിലേക്ക് അടച്ചത്. ഈ സർട്ടിഫിക്കറ്റ് ലോക്കൽ അതോറിറ്റി കോൺട്രാക്ടറായി എനിക്ക് ഫർണിഷ് ചെയ്യുവാനുള്ള ഡേറ്റ് ആണ്. എന്നായിരുന്നു സർട്ടിഫിക്കറ്റ് ഓഫ് TDS ഹാസ് ടു ബി ഫർണിഷ്ഡ് വിത്തിൻ 5 days ഓഫ് റെമിറ്റൻസ് ഓഫ് ടാക്സ്. ടാക്സ് അടച്ച് വിത്തിൻ 5 days, ദാറ്റ് ഈസ് 15th day ഓഫ് സക്സീഡിങ് മന്ത്. ഡൗട്ട് നീ പറയൂ, ഡൗട്ട് ഉള്ളവർ ചോദിക്കൂ. ആ പാർട്ട് ഓക്കെയാണോ? പോയിന്റ് ഓക്കെയാണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകുന്നു കൂടി കൺഫ്യൂഷൻ ആയി. ഡൗട്ട് പറയാ, ക്ലിയർ തരാം. എന്താണ് ഡൗട്ട് പറയും? ഡൗട്ട് ഉണ്ടെങ്കിൽ പറയൂ, ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇനി നോക്കാം. നെക്സ്റ്റ് നോക്കാം. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു ജനുവരി മന്ത് ആണ്. ജനുവരി മന്തിൽ ആ മുകളിൽ പറഞ്ഞ 7 പാർട്ടി അവർക്ക് മാത്രമേ TDS, അവർക്ക് മാത്രമേ GST പ്രകാരം TDS അട്രാക്ട് ചെയ്യൂ. GST പ്രകാരം ആ 7 പാർട്ടിക്ക് മാത്രമേ TDS അട്രാക്ട് ചെയ്യൂ. ആ 7 പാർട്ടി ഒള്ളി കോൺട്രാക്ടർക്ക് പേയ്മെന്റ് കൊടുക്കും മാത്രമേ TDS വരൂ GST പ്രകാരം. ഇനി ഇവിടെ പറയുന്ന ഏരിയ DDO പാർട്ടി. DDO മീൻ ഈ ലോക്കൽ അതോറിറ്റി ജനുവരി മന്ത് കഴിഞ്ഞാൽ അടുത്ത മാസം 10-ാം തീയതിയോട് കൂടി, അടുത്ത മാസം 10-ാം തീയതിയോട് കൂടി GSTR 7 ഫോം ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കണം. 7 ഓൾറെഡി TDS കട്ട് ചെയ്യുന്ന പാർട്ടി ഈ TDS ഗവൺമെന്റിലേക്ക് അടക്കാനുള്ള ഡേറ്റ് ആണ് 10th ആണ്. അവിടെ പേയ്മെന്റ് ഓഫ് ടാക്സ് 10th ആണ്, 20th അല്ല. അങ്ങനെ ഈ 10-ാം തീയതി കഴിഞ്ഞാൽ അടുത്ത ആ സെയിം 10-ാം തീയതി കഴിഞ്ഞാൽ വിത്തിൻ 5 days കൊണ്ട് എന്ത് കൊടുക്കണം? കോൺട്രാക്ടർക്ക് TDS സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഈ TDS സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഡിലേ വന്നു കഴിഞ്ഞാൽ, എക്സാമ്പിൾ ജനുവരിയിൽ TDS കട്ട് ചെയ്തു. കട്ട് ചെയ്താൽ ഫെബ്രുവരി 15-ാം തീയതി എന്ത് കൊടുക്കണം? TDS സർട്ടിഫിക്കറ്റ് കോൺട്രാക്ടർ കൊടുക്കണം. ഈ പാർട്ടി 20-നാണ് കൊടുക്കുന്നെങ്കിൽ നമ്പർ ഓഫ് ഡിലേ 5 days ഡിലേ വന്നു. ഒരു ദിവസത്തെ ഡിലേക്ക് 100 രൂപ പെനാൽറ്റി ആർക്ക് വരും? ലോക്കൽ അതോറിറ്റി TDSന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ആരാണോ ഡിലേ വരുന്നത് ആ പാർട്ടി TDS സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഡിലേ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ഡിലേക്ക് 100 രൂപ പെനാൽറ്റി വരും. മാക്സിമം എമൗണ്ട് ആണ് 5000 റുപ്പീസ്. ഓക്കെ, ഇതാണ് കൺസെപ്റ്റ്. ഓക്കെ, ഇനി കേട്ടോ, നെക്സ്റ്റ് പറയുന്ന ഏരിയ ഗൈഡ്ലൈൻസ് ഫോർ ഡിഡക്ഷൻ ആൻഡ് ഡെപ്പോസിറ്റ് ഓഫ് TDS ബൈ DDO അണ്ടർ GST. ശ്രദ്ധിക്കുക, ഗൈഡ്ലൈൻസ് ഫോർ ഡിഡക്ഷൻ ആൻഡ് ഡെപ്പോസിറ്റ് ഓഫ് TDS ബൈ DDO അണ്ടർ GST മീൻ, ഞാൻ ഓൾറെഡി പറഞ്ഞ എക്സാമ്പിൾ കാലിക്കറ്റ് കോർപ്പറേഷൻ മീൻ എന്താണ്? ലോക്കൽ അതോറിറ്റിയാണ്. ഈ കാലിക്കറ്റ് കോർപ്പറേഷൻ ജനുവരി മന്തിൽ അവിടെ കോർപ്പറേഷന്റെ കുറെ വർക്കുകൾ ഉണ്ടാവും. റോഡിന്റെ റീടാറിംഗ് വർക്ക് ഉണ്ടാവും, ഓൾറെഡി കറസ്പോണ്ട് വേസ്റ്റ് ചാലിന്റെ വർക്ക് ഉണ്ടാവും. ഡിഫറെന്റ് കോൺട്രാക്ടറായ പാർട്ടി പേയ്മെന്റ് കൊടുക്കും ലോക്കൽ അതോറിറ്റി കോർപ്പറേഷൻ. ഇപ്പൊ എക്സാമ്പിൾ ജനുവരി 1-ാം തീയതി മുതൽ ജനുവരി 31-ാം തീയതി വരെ എക്സാമ്പിൾ ഒരു 200 കോൺട്രാക്ടർക്കാണ് പേയ്മെന്റ് കൊടുത്ത് അസ്യൂം ചെയ്യാം. 200 കോൺട്രാക്ടർക്കാണ് പേയ്മെന്റ് കൊടുത്ത്
പേയ്മെന്റ് കൊടുക്കുമ്പോൾ TDS മീൻ 2.5 lakhൽ മുകളിൽ വരുന്ന കോൺട്രാക്ട് ആയിരുന്നു. ഈ ലോക്കൽ അതോറിറ്റി ആയ കോർപ്പറേഷൻ എന്ത് കട്ട് ചെയ്യും? TDS കട്ട് ചെയ്യും. ഈ കട്ട് ചെയ്യുന്ന TDS ഗവൺമെന്റിലേക്ക് അടക്കാൻ 2 ഓപ്ഷനാണ്. ഒരു ഓപ്ഷനാണ് ബഞ്ചിങ്. ബഞ്ചിങ് മീൻ ടോട്ടലി 200 കോൺട്രാക്ടർ ആണെങ്കിൽ എത്ര എമൗണ്ട് ആണോ ഓരോ കോൺട്രാക്ടർ കയ്യിൽ നിന്ന് TDS ആയിട്ട് വാങ്ങിയത്, എക്സാമ്പിൾ 200 കോൺട്രാക്ടർ കയ്യിൽ നിന്നും ടോട്ടലി കട്ട് ചെയ്ത TDS എമൗണ്ട് ആണ് 1 കോടി. ഈ 1 കോടി സിംഗിൾ എമൗണ്ട് ആണ്. 1 കോടി സിംഗിൾ എമൗണ്ട് ആയിട്ട് ഗവൺമെന്റിലേക്ക് അടക്കും. ഈ സിംഗിൾ എമൗണ്ട് ഗവൺമെന്റിലേക്ക് അടക്കുമ്പോൾ കൺസെപ്റ്റ് ആണ് ബഞ്ചിങ് എന്ന് പറയുന്നത്, ബഞ്ചിങ് ഓഫ് TDS. അതല്ല, കറസ്പോണ്ടിങ് ഞാൻ ഗവൺമെന്റിലേക്ക് അടക്കുന്ന 200 കോൺട്രാക്ടർ ആണ്. ഓരോ കോൺട്രാക്ട് എക്സാം മിസ്റ്റർ എ കോൺട്രാക്ടർ 8000 TDS, മിസ്റ്റർ ബി 15000, മിസ്റ്റർ ഡി 8000. അങ്ങനെ ഓരോ കോൺട്രാക്ടർക്കും സെപ്പറേറ്റ് ആയിട്ടാണ് അടക്കുന്നതെങ്കിൽ കൺസെപ്റ്റ് ആണ് ഇൻഡിവിജ്വൽ വേസ് ആയിട്ട് ഓരോ പാർട്ടിയുടെ പേരിലും എത്ര എമൗണ്ട് ആണ് TDS കട്ട് ചെയ്ത് ആ എമൗണ്ട് ഗവൺമെന്റിലേക്ക് അടക്കും. ഇതാണ് പറയുന്ന ഏരിയ. റിവൈൻഡ് ചെയ്യാം. ഒരു മന്തിൽ ഒരു DDO, ലോക്കൽ അതോറിറ്റിയോ പബ്ലിക് സെക്ടർ പാർട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കറസ്പോണ്ടിങ് ഇൻ കേസ് ഓഫ് വർക്ക് വരുന്ന ഏതെങ്കിലും പാർട്ടി ആണെങ്കിൽ TDS കട്ട് ചെയ്യുമ്പോൾ കുറെ ഒന്നിൽ കൂടുതൽ പാർട്ടിക്ക് TDS എമൗണ്ട് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കട്ട് ചെയ്ത TDS എമൗണ്ട് ഗവൺമെന്റിലേക്ക് അടക്കുമ്പോൾ 2 ഓപ്ഷനാണ്. ഒന്ന് ഇൻഡിവിജ്വൽ ബിൽ വൈസ് മീൻ നിങ്ങൾ നോക്കുമ്പോൾ കോൺട്രാക്ടർ എ കട്ട് ചെയ്ത TDS എമൗണ്ട് 8000, കോൺട്രാക്ടർക്ക് ബി 15000. അങ്ങനെ ഓരോ കോൺട്രാക്ടറുടെയും പേരിൽ TDS എമൗണ്ട് ഗവൺമെന്റിലേക്ക് GSTR 7 പ്രകാരം അടക്കും. അതിന് ടോട്ടലി ആ ജനുവരി മന്തിൽ കട്ട് ചെയ്ത എമൗണ്ട് 1 കോടിയാണെങ്കിൽ ആ 1 കോടി സിംഗിൾ എമൗണ്ട് ആയിട്ട് അടക്കും. കൺസെപ്റ്റ് ആണ് ബഞ്ചിങ് ഓഫ് ഡിഡക്ഷൻ ആൻഡ് ഇറ്റ്സ് ഡെപ്പോസിറ്റ് ബൈ DDO. ഇതാണ് കൺസെപ്റ്റ് ആയി പറയുന്നത്. അടുത്ത പോയിന്റ് 2 കൺസെപ്റ്റ് ആണ്. ഒന്ന് ഓരോ ഇൻഡിവിജ്വൽ വേസ് അല്ലെങ്കിൽ രണ്ടാമത് DDO. ഓക്കെ, നെക്സ്റ്റ് ഏരിയയാണ് ടാക്സ് കളക്ഷൻ അറ്റ് സോഴ്സ്. നെക്സ്റ്റ് ഏരിയയാണ് ടാക്സ് കളക്ഷൻ അറ്റ് സോഴ്സ്, TCS എന്ന് പറയും. ശ്രദ്ധിക്കട്ടോ, TCS ശ്രദ്ധിക്കുക. ഇപ്പൊ നോർമലി ഇലക്ട്രോണിക് സൈറ്റുകൾ, എക്സാമ്പിൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഇങ്ങനെയുള്ള സൈറ്റിനെ GST പ്രകാരം പറയുന്ന പേരാണ് ഇക്കോ മീൻ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ എന്ന് പറയും. GST സൈറ്റ് കറസ്പോണ്ടിങ് ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇങ്ങനെയുള്ള പാർട്ടിയാണ് ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ. ഈ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ ആമസോണോ ഫ്ലിപ്കാർട്ടോ ആണെങ്കിൽ, ശ്രദ്ധിക്കുക, ആമസോണോ ഫ്ലിപ്കാർട്ടോ ആണെങ്കിൽ അവര് ഡിഫറെന്റ് കമ്പനിയുടെ പ്രോഡക്റ്റ് ഈ സൈറ്റ് വഴി എന്ത് ചെയ്യും? ഡിസ്പ്ലേ ചെയ്യും. വിൽക്കുന്നവരെ ഡിസ്പ്ലേ ചെയ്യും. ഫോർ എക്സാമ്പിൾ ആമസോണിൽ ആപ്പിൾ ഫോൺ കമ്പനിയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ആമസോൺ മീൻ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ ആണ്. ഈ സൈറ്റിൽ ഡിഫറെന്റ് പാർട്ടിയുടെ പ്രോഡക്റ്റ് എന്ത് ചെയ്യും? ഡിസ്പ്ലേക്ക് ഇടും. ഇനി ആമസോൺ എക്സാമ്പിൾ ആപ്പിൾ ഫോൺ കമ്പനിയാണ് അതിൽ പ്രോഡക്റ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ആപ്പിൾ ഫോൺ വാങ്ങുമ്പോൾ അതിന്റെ ഫണ്ട് ആർക്ക് കിട്ടും? ഫണ്ട് കിട്ടുന്ന കറസ്പോണ്ടിങ് ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർക്കാണ്. ഈ സൈറ്റിന് കിട്ടും, ആമസോണിന് കിട്ടും. ഈ ഫണ്ട് ഫുള്ള് ആർക്ക് കൊടുക്കും? ഈ ഫണ്ട് ഫുള്ള് ഏതാണോ കമ്പനി, ഒറിജിനൽ കമ്പനി, പ്രിൻസിപ്പൽ സപ്ലയർ ആപ്പിൾ ഫോൺ കമ്പനി, അവർക്ക് കൊടുക്കും. ആമസോൺ. ദെൻ ആമസോൺ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ ആപ്പിൾ ഫോൺ കമ്പനിയിൽ നിന്നും എന്ത് വാങ്ങും? കമ്മീഷൻ വാങ്ങും. കമ്മീഷൻ എമൗണ്ട്. ഈ കമ്മീഷൻ എമൗണ്ട് വാങ്ങുമ്പോൾ എക്സാമ്പിൾ ആപ്പിൾ ഫോൺ കമ്പനിയിൽ നിന്നും ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ ആയിട്ടുള്ള എക്സാമ്പിൾ ആമസോണോ ഫ്ലിപ്കാർട്ട് ഇങ്ങനെയുള്ള പാർട്ടി കമ്മീഷൻ വാങ്ങുമ്പോൾ കമ്മീഷൻ കിട്ടുന്ന ആർക്കാണ്? ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ ആണ്. ഞാൻ പറഞ്ഞിരുന്നു, ഏത് പാർട്ടിക്കാണോ ഇൻകം കിട്ടുന്നത് അവരെ പേരാണ് സർവീസ് പ്രൊവൈഡർ. അങ്ങനെയാണെങ്കിൽ കമ്മീഷൻ കിട്ടുന്ന ആർക്കാണ്? ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ ആയ ആമസോണിന്, ഫ്ലിപ്കാർട്ടിനാണ്. അവരെ പേരാണ് സർവീസ് പ്രൊവൈഡർ.
സർവീസ് പ്രൊവൈഡർ ആയ പാർട്ടി 10,000 രൂപയാണ് കമ്മീഷൻ എമൗണ്ട് കിട്ടുന്നെങ്കിൽ ആ കമ്മീഷൻ എമൗണ്ടിനോട് കൂടി എന്ത് വാങ്ങും? GST വാങ്ങും. പ്രിൻസിപ്പിൾ അങ്ങനെ. കാരണം സർവീസ് പ്രൊവൈഡർ ആയ പാർട്ടി അവർ സർവീസ് വാല്യൂവിനോട് കൂടി GST വാങ്ങും. എക്സാമ്പിൾ, 10,000 രൂപ കമ്മീഷൻ കിട്ടി, 18% GST മീൻ 1,800 GST വാങ്ങും. ടോട്ടലി 11,800 വാങ്ങും. അതിന്റെ പുറമെ എന്റെ കമ്മീഷൻ എമൗണ്ട് 10,000 ആണ്. 10,000 രൂപയുടെ 0.5 CGSTയും 0.5 SGSTയും ഞാൻ എക്സ്ട്രാ വാങ്ങും. ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ കമ്മീഷൻ എമൗണ്ട് വാങ്ങുമ്പോൾ അതിനോട് കൂടി എക്സ്ട്രാ ആയിട്ട് 1% GST വാങ്ങും. ഈ 1% വാങ്ങുന്ന GSTയുടെ പേരാണ് TCS. ഇതാണ് കൺസെപ്റ്റ്. റിവൈൻഡ് ചെയ്യാം. ശ്രദ്ധിക്കട്ടോ, TCS ഓൾറെഡി കറസ്പോണ്ടിങ് ഓൺലൈൻ സൈറ്റുകൾ കുറെ ഉണ്ട്. ഓൺലൈൻ സൈറ്റുകൾ കറസ്പോണ്ടിങ് പ്രോഡക്റ്റ് വാങ്ങാനുള്ള ഓൺലൈൻ സൈറ്റ്, എക്സാമ്പിൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, സ്നാപ്ഡീൽ, ഇങ്ങനെ കുറെ പാർട്ടികളുണ്ട്. ഇവരെ പറയുന്ന പേരാണ് ഇക്കോ, ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ. ഇവര് ഓൺലി ഫോർ ബിസിനസ് ചെയ്യുവാനുള്ള പ്ലാറ്റ്ഫോം ആണ്, ഡിജിറ്റലി പ്ലാറ്റ്ഫോം ആണ്. ആ സൈറ്റ് വഴി ഡിഫറെന്റ് കമ്പനിയുടെ പ്രോഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യും. പബ്ലിക്കിന് എനി പ്രോഡക്റ്റ് വാങ്ങാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ആ സൈറ്റിൽ ലോഗിൻ ചെയ്തു. സൈറ്റ് കയറുമ്പോൾ ഞാനൊരു ആപ്പിൾ ഫോൺ ആണ് വാങ്ങുന്നത്. ഒരു 25,000 രൂപ, എക്സാമ്പിൾ 25,000 ഫോണാണ് ഞാൻ വാങ്ങുന്നത്, അസ്യൂം ചെയ്യാം. ഈ സാധനം വാങ്ങുമ്പോൾ ഫണ്ട് ഞാൻ കൊടുക്കുമ്പോൾ ഫണ്ട് ആർക്ക് കിട്ടും? ഏതാണോ സൈറ്റ്, ഫ്ലിപ്കാർട്ടിനോ ആമസോണിനോ കിട്ടും. ഈ ആമസോൺ ഈ കിട്ടിയ ഫണ്ട് ആർക്ക് കൊടുക്കും? ഏതാണോ കമ്പനി, ആപ്പിൾ ഫോൺ കമ്പനിക്ക് കൊടുക്കും. ഇനി ആപ്പിൾ ഫോൺ കമ്പനിയിൽ നിന്നും ഈ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ ആയ പാർട്ടി വാങ്ങുന്ന ഇൻകം ആണ് കമ്മീഷൻ. അതിന് കമ്മീഷൻ എമൗണ്ട് വാങ്ങുമ്പോൾ കമ്മീഷൻ കൊടുക്കുന്ന ആരാണ്? ഈ ആപ്പിൾ ഫോൺ കമ്പനി. അവരെ പേരാണ് റെസിപ്പിയന്റ്. കറസ്പോണ്ടിങ് കമ്മീഷൻ കിട്ടുന്ന ആർക്കാണ്? ഈ സൈറ്റിനാണ്. കമ്മീഷൻ കിട്ടുന്ന ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ ആണ്. അവരെ പേരാണ് സർവീസ് പ്രൊവൈഡർ. GST പഠിക്കുമ്പോൾ സർവീസ് പ്രൊവൈഡർ ആയ പാർട്ടി ഇൻകം വാങ്ങുമ്പോൾ, ഇവിടെ ഇൻകം കമ്മീഷൻ ആണ്. ഇൻകം വാങ്ങുമ്പോൾ അതിനോട് കൂടി എന്ത് വാങ്ങണം? GST വാങ്ങണം. ഞാൻ എന്റെ വാങ്ങുന്ന കമ്മീഷൻ എമൗണ്ട് ആണ് 10,000. 10,000 രൂപയോട് കൂടി ഞാൻ 18% GST കളക്ട് ചെയ്യും. 1,800 രൂപ GST വാങ്ങും. ഈ 10,000 ആണ് എന്റെ കമ്മീഷൻ. ആ 10,000 എമൗണ്ടിന്റെ പുറമെ ആ 10,000 രൂപയുടെ 1% CGSTയും 1% GST, 0.5 CGSTയും 0.5 SGSTയും വാങ്ങും. ഈ വാങ്ങുന്ന എക്സ്ട്രാ ഞാൻ വാങ്ങുന്ന എമൗണ്ടിന്റെ പേര് TCS, ടാക്സ് കളക്ഷൻ അറ്റ് സോഴ്സ്. ഓക്കെ. ഇനി ഇങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ജനുവരി കറസ്പോണ്ടിങ് ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ ആയ പാർട്ടി ജനുവരി മന്തിൽ കമ്മീഷൻ വാങ്ങുമ്പോൾ ടോട്ടലി വാങ്ങുന്ന TCS എമൗണ്ട് ആണ് 10,000. അസ്യൂം ചെയ്യാം. ഈ 10,000 എമൗണ്ട് ആണ് TCS വാങ്ങുന്നെങ്കിൽ ഒരു മന്തിൽ വാങ്ങുന്ന TCS എമൗണ്ട് TCS ആർക്ക് വരിക? TCS വാങ്ങുന്ന ആരായിരിക്കും? ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ ആയിരിക്കും. ഈ പാർട്ടി ഒരു മന്തിൽ TCS വാങ്ങിയാൽ ഈ വാങ്ങുന്ന TCS എമൗണ്ട് ഗവൺമെന്റിലേക്ക് അടക്കാനുള്ള ഡ്യൂ ഡേറ്റ് ആണ് ഒരു മന്ത് കഴിഞ്ഞാൽ അടുത്ത മാസം 10-ാം തീയതി. അടുത്ത മാസം 10-ാം തീയതി മീൻ ജനുവരി മന്ത് ആണെങ്കിൽ അടുത്ത മാസം 10th എന്നായിരിക്കും വരിക? ഫെബ്രുവരി 10th ഫെബ്രുവരിയോട് കൂടി ആ പാർട്ടി ഗവൺമെന്റിലേക്ക് TCS അടക്കാനുള്ള ഫോം ആണ് GSTR 8 ആണ്. ഡ്യൂ ഡേറ്റ് ആണ് 10th of the next month. ഓക്കെ. ഇനി ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ആനുവൽ റിട്ടേൺ. ആനുവൽ മീൻ നിങ്ങളെ ഇയർ ആണ് 1/4/2020 മുതൽ 31/3/2021. 21 കൂടി ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ആവും. അങ്ങനെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഒരു വർഷത്തിൽ വരുന്ന ഡീറ്റെയിൽസ്
ഇയർലി വൺ ടൈം ആയിട്ട് ഫയൽ ചെയ്യണം. കൺസെപ്റ്റ് ആണ് ആനുവൽ റിട്ടേൺ എന്ന് പറയും. ഈ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ ആണെങ്കിൽ ഇക്കോ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ ആണെങ്കിൽ ആ പാർട്ടി അവരുടെ GSTR 9 ആനുവലി ഫയൽ ചെയ്യേണ്ട GSTR 9 ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് ആണ് 31 ഡിസംബർ 2021. ഫോം നമ്പർ ആണ് GSTR 9B. ഡൗട്ട് നീ പറയും. ആ ചാപ്റ്റർ കൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഡൗട്ട് ഉള്ളവർ പറയൂട്ടാ. ഡൗട്ട് ഉള്ളവർ പറയാ. ഇത് കൺഫേം ചെയ്യൂ. ഓക്കെ ആണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? കൺഫേം ചെയ്യൂട്ടാ. ഹലോ, ഇത് ഓക്കെ ആണോ? ഓക്കെ 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 അല്ലേ? ഓക്കെ, ഡൗട്ട് ഉള്ളവർ പറയട്ടെ. വേറെ ഓപ്ഷൻ ഡൗട്ട് നീ പറയാ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് വൺ. ഓക്കെ, രണ്ട് ചാപ്റ്റർ കഴിഞ്ഞു. ഒന്ന് രജിസ്ട്രേഷൻ, 2 ചാപ്റ്റർ കഴിഞ്ഞു. ഒരു യൂണിറ്റ് ആയിരുന്നു രജിസ്ട്രേഷൻ. രണ്ടാമത്തെ ഏരിയ പേയ്മെന്റ് കേട്ടോ. പേയ്മെന്റ് ആണ്. നെക്സ്റ്റ് വേറെ സിമ്പിൾ ഏരിയ ആണ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ്. സിമ്പിൾ ഏരിയ ആണ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ്. ശ്രദ്ധിക്കുക. GST പ്രകാരം രജിസ്റ്റർ ചെയ്ത പാർട്ടി, GST ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത പാർട്ടി നോർമലി 5 ടൈപ്സ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. GST പ്രകാരം രജിസ്റ്റർ ചെയ്ത പാർട്ടി 5 ടൈപ്സ് ഓഫ് 6 ടൈപ്സ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് ആണ് മാൻഡേറ്ററി ആയിട്ട് ഫർണിഷ് ചെയ്യേണ്ടത്. അതിൽ വരുന്ന ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട് ആണ് എന്താണ്? കേട്ടോ. എവരി registered person is required to maintain true and correct accounts. It include the following. ഞാൻ ഓൾറെഡി പറഞ്ഞു, റിവൈൻഡ് ചെയ്യാം. GST ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത പാർട്ടി ആണെങ്കിൽ ആ പാർട്ടി GST ആക്ട് പ്രകാരം താഴെ പറയുന്ന 6 ബുക്സ്, 5 റെലവന്റ് ഉള്ളൂ, 6 ബുക്സ് ഓഫ് അക്കൗണ്ട് മാൻഡേറ്ററി ആയിട്ട് ഫോളോ ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അതിൽ വരുന്ന ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട് ആണ് പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചറിങ് ഓഫ് ഗുഡ്സ്. ഞാൻ ഓൾറെഡി അസസി പ്രൊഡക്ഷൻ ചെയ്ത ഗുഡ്സ് ആണ്. റോ മെറ്റീരിയൽ വാങ്ങും, ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. എൻ്റെ ബിസിനസ് പ്രൊഡക്ഷൻ ആൻഡ് മാനുഫാക്ചറിങ് ആണെങ്കിൽ ജാനുവരി മന്തിൽ എത്ര റോ മെറ്റീരിയൽ വാങ്ങി, റോ മെറ്റീരിയൽ വാങ്ങുമ്പോൾ എത്ര ടാക്സ് എമൗണ്ട് കൊടുത്തു, ആ റോ മെറ്റീരിയൽ പ്രകാരം എത്രയാണ് ഗുഡ്സ് ഉണ്ടാക്കിയത്, എത്ര ഔട്ട്പുട്ട് ആണ് ഞാൻ വിറ്റത്, ആ ഡീറ്റെയിൽസ് ഞാൻ മാൻഡേറ്ററി ആയിട്ട് കീപ്പ് ചെയ്യണം, ബുക്സ് ആയി കീപ്പ് ചെയ്യണം. രജിസ്റ്റേർഡ് പാർട്ടി പ്രൊഡക്ഷൻ ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് ഗുഡ്സ്, ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് ഇൻവേർഡ് മീൻ എന്താണ്? പർച്ചേസ്. ജാനുവരി മന്തിൽ എത്ര ഗുഡ്സ് ആണ് ഞാൻ പർച്ചേസ് ചെയ്ത്, ജാനുവരി മന്തിൽ എത്ര വാല്യൂ ഓഫ് സർവീസ് ആണ് ഞാൻ ഒബ്റ്റെയിൻ. കൺസെപ്റ്റ് ആണ് ഇൻവേർഡ് മീൻ പർച്ചേസ്. സെയിം ടൈമിൽ ഔട്ട്വേർഡ് സപ്ലൈ മീൻ സെയിൽ. ജാനുവരി മന്തിൽ എത്ര ക്വാണ്ടിറ്റി ആണ് ഞാൻ ഗുഡ്സ് വിറ്റത്, ഗുഡ്സ് വിൽക്കുമ്പോൾ
എത്ര ടാക്സ് എമൗണ്ട് ആണ് ഞാൻ കളക്ട് ചെയ്ത് ആ ഡീറ്റെയിൽസ്. റിവൈൻഡ് ഒന്ന് പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചറിങ് ഓഫ് ഗുഡ്സ്, രണ്ടാമത് ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്, മൂന്നാമത് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്. സ്റ്റോക്ക് മീൻ ഞാൻ നോർമൽ ട്രേഡർ ആണെങ്കിൽ ടുഡേ ഓപ്പണിംഗ് എത്രയായിരുന്നു സ്റ്റോക്ക്, ടുഡേ ഓപ്പണിംഗ് എത്രയായിരുന്നു ക്വാണ്ടിറ്റി സ്റ്റോക്ക്, പുതിയതായിട്ട് വാങ്ങിയിട്ടുണ്ടോ, സെയിൽസ് ഉണ്ടോ, ആ ഡീറ്റെയിൽ സ്റ്റോക്ക് രജിസ്റ്റർ. പോയിന്റ് നമ്പർ 4 പ്രകാരം ITC അവൈൽഡ് മീൻ ഗുഡ്സ് നിങ്ങൾ വാങ്ങുമ്പോൾ എത്ര എമൗണ്ട് ആണ് ITC ആയി കിട്ടുന്നത്. അഞ്ചാമത് ഔട്ട്പുട്ട് ടാക്സ് പേബിൾ ആൻഡ് പെയ്ഡ്, എത്ര എമൗണ്ട് ആണ് ഗ്രോസ് GST പേബിൾ, എത്ര എമൗണ്ട് ആണ് GST ആക്ച്വലി അടച്ചത്. ഈ ഡീറ്റെയിൽസ് ഈ രജിസ്റ്റർ എവരി രജിസ്റ്റേർഡ് പാർട്ടി മാൻഡേറ്ററി ആയിട്ട് കീപ്പ് ചെയ്യണം. റിവൈൻഡ് ചെയ്യാം. ഒരു രജിസ്റ്റേർഡ് പാർട്ടി, ഏത് രജിസ്റ്റേർഡ് പാർട്ടി ആണെങ്കിലും GST ആക്ട് പ്രകാരം താഴെ പറയുന്ന 5 ബുക്സ് ഓഫ് അക്കൗണ്ട്. 5 ബുക്സ് ഓഫ് അക്കൗണ്ട് മീൻ പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചറിങ് ഓഫ് ഗുഡ്സ്. ഞാൻ അസ്യായിട്ടുള്ള ഞാൻ റോ മെറ്റീരിയൽ വാങ്ങി ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ എത്ര റോ മെറ്റീരിയലാണ് ഞാൻ വാങ്ങിയത്, ആ റോ മെറ്റീരിയൽ വാങ്ങുമ്പോൾ ക്വാണ്ടിറ്റി എത്രയായിരുന്നു, വാല്യൂ എത്രയാണ്, എത്ര രൂപയാണ് ടാക്സ് എമൗണ്ട് കൊടുത്തത്, ആ റോ മെറ്റീരിയൽ പ്രകാരം എത്ര ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഉണ്ടാക്കി, ആ ഡീറ്റെയിൽസ് ഞാൻ കീപ്പ് ചെയ്യണം. ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്, പർച്ചേസ് രജിസ്റ്ററും സെയിൽസ് രജിസ്റ്ററും ഞാൻ കീപ്പ് ചെയ്യണം. പർച്ചേസ് രജിസ്റ്ററും സെയിൽസ് രജിസ്റ്ററും ഞാൻ കീപ്പ് ചെയ്യണം. മൂന്നാമത് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്. മൂന്നാമത്തെ കൺസെപ്റ്റ് ആണ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്. എത്രയാണ് നോർമൽ ട്രേഡർ ആണെങ്കിൽ ആ ഷോപ്പിൽ എത്ര ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് ഉണ്ട്, പുതിയതായിട്ട് വാങ്ങിയിട്ടുണ്ടോ, എത്ര ക്വാണ്ടിറ്റി വിറ്റു, സ്റ്റോക്ക് രജിസ്റ്റർ ഞാൻ കീപ്പ് ചെയ്യണം. നാലാമത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽഡ്. അഞ്ചാമത് ഔട്ട്പുട്ട് ടാക്സ് പേബിൾ ആൻഡ് പെയ്ഡ്, എത്ര എമൗണ്ട് ആണ് GST അടക്കാനുള്ളത്, എത്ര എമൗണ്ട് ആണ് ഞാൻ ആക്ച്വലി അടച്ചത്, എനി അതർ പർട്ടിക്കുലർ ഡീം നെസസറി. ഇതാണ് കൺസെപ്റ്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് ആയി പറയുന്നത് ഈ പറഞ്ഞ ബുക്സ് ഓഫ് അക്കൗണ്ട്, 5 ബുക്സ് ഓഫ് അക്കൗണ്ട്, ഈ പറഞ്ഞ 5 ബുക്സ് ഓഫ് അക്കൗണ്ട് ഒരു രജിസ്റ്റേർഡ് പാർട്ടി എത്ര വർഷം മാൻഡേറ്ററി ആയിട്ട് ഹോൾഡ് ചെയ്യണം. GST ആക്ട് പ്രകാരം മുകളിൽ പറഞ്ഞ ബുക്സ് ഓഫ് അക്കൗണ്ട് ഒരു രജിസ്റ്റേർഡ് പാർട്ടി എത്ര വർഷം ഹോൾഡ് ചെയ്യണം. ഹോൾഡിംഗ് പീരീഡ് നിങ്ങൾ ഹോൾഡിംഗ് പീരീഡ് നോക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളെ ഇയർ 2020-21 ആണെങ്കിൽ 2020-21 ആണെങ്കിൽ ആ വർഷത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്, മുകളിൽ പറഞ്ഞ 5 ബുക്സ് ഓഫ് അക്കൗണ്ട്, ഈ ബുക്സ് ഓഫ് അക്കൗണ്ട് ഒരു രജിസ്റ്റേർഡ് പാർട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന ടൈം ലിമിറ്റ് ആണ്. ഹോൾഡ് ചെയ്യേണ്ട ടൈം ലിമിറ്റ് പറയുമ്പോൾ 2020-21 ആനുവൽ റിട്ടേൺ ഡ്യൂ ഡേറ്റ് എന്ന് വരാം. 2020-21 ആനുവൽ റിട്ടേൺ ഡ്യൂ ഡേറ്റ് ആണ് മാർച്ച് കഴിഞ്ഞ് 9 മാസം, മീൻ 31 ഡിസംബർ 2021. 31 ഡിസംബർ 2021 കഴിഞ്ഞ് അനദർ 72 മന്ത് മീൻ 6 വർഷം. അവിടെ എത്തും 2020-21 ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ടൈം ലിമിറ്റ് പറയുമ്പോൾ 2020-21 ആനുവൽ റിട്ടേൺ GSTR 9 ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് അനദർ 72 മന്ത് 6 ഇയർ. നിങ്ങൾ നോക്കുമ്പോൾ 31/12 ആണ്. 31/12/2021 മുതൽ 6 വർഷം. എവിടെ എത്തും? 22, 23, 24, 25, 26, 27. 31/3/2027 വരെ ഈ സെയിം പാർട്ടി ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് കൺസെപ്റ്റ്. റിവൈൻഡ് ചെയ്യാം. പീരിയഡ് ഫോർ റിട്ടൻഷൻ ഓഫ് അക്കൗണ്ട്സ്, holding of books of account under GST. As per section 36 of CGST Act, every registered taxable person must maintain
books of account and records for at least 72 months, that is 6 years from the due date of furnishing of annual return for the year pertaining to such accounts and record. The period will be counted from last date of filing of annual return for that year. Note ആയിട്ട് last date of filing of annual return for the financial year 2020-21 will be എന്നായിരുന്നു 31/12/2021 annual return. ആ ഡേറ്റ് കഴിഞ്ഞ് 6 വർഷം, that is last date for maintenance of books, last date for maintenance of books of account for the financial year 2020-21 will be 31/12/2027. ആ വർഷം വരെ 2020-21 ബുക്സ് ഓഫ് അക്കൗണ്ട് മാൻഡേറ്ററി ആയിട്ട് ഹോൾഡ് ചെയ്യണം. ഡൗട്ട് നീ പറഞ്ഞു. 2 പോയിന്റ് ആണ് പറഞ്ഞത്. ഒന്ന്, ഏതെല്ലാം ബുക്സ് ഓഫ് അക്കൗണ്ട് ആണ് രജിസ്റ്റേർഡ് പാർട്ടി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഫസ്റ്റ് പറഞ്ഞു 5 ബുക്സ് ഓഫ് അക്കൗണ്ട് ആണ്. രണ്ടാമത്തെ പറഞ്ഞു ഈ ബുക്സ് ഓഫ് അക്കൗണ്ട് എത്ര വർഷം ഹോൾഡ് ചെയ്യണം. രണ്ടാമത്തെ കൺസെപ്റ്റ് പറഞ്ഞു. ഏതെങ്കിലും പോയിന്റ് ഡൗട്ടിലോ ചോദിക്കാം. കൺഫേം ചെയ്യും. ഓക്കെ, ഹലോ, അത് ഓക്കെയാണോ? ഓക്കെ സാർ. നിങ്ങളൊന്ന് കോപ്പ്, കാരണം നിങ്ങൾ പറയട്ടെ, കാരണം വേറെ ഓപ്ഷൻസ് ഇല്ല. ഓൺലൈൻ ആകുമ്പോൾ നിങ്ങൾ പറയും, കാരണം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഇല്ലയോ പറയട്ടെ. വേറെ ഓപ്ഷൻസ് ഇല്ല. ഡൗട്ടിന് ചോദിക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് ഏരിയ ആണ് കമ്പൽസറി ഓഡിറ്റ്. ഈ കമ്പൽസറി ഓഡിറ്റ് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ഞാൻ GST ആക്ട് പ്രകാരം രജിസ്റ്റേർഡ് പാർട്ടി, രജിസ്റ്റേർഡ് ആവുക, എൻ്റെ ടേൺ ഓവർ ഗുഡ്സ് ആണെങ്കിൽ 40 lakhന്റെ മുകളിൽ, സർവീസ് 20 lakhന്റെ മുകളിൽ കൊണ്ടി പറഞ്ഞ രജിസ്റ്റർ പറഞ്ഞാണ്. ഞാൻ രജിസ്റ്റേർഡ് പാർട്ടിയാണ്. 2020-21 ഇയറിൽ 2020-21 ഇയറിൽ എൻ്റെ ടേൺ ഓവർ സെയിൽസ് 5 കോടിക്ക് മുകളിൽ. നിങ്ങൾ ബുക്കിൽ 2 CR ആയിരിക്കും. 2 CR അല്ല, 5 CR ആണ്. ഞാനൊരു 2 ലിമിറ്റും പറയാം. പണ്ട് കഴിഞ്ഞ എക്സാമിന് 2 CR ആയിരുന്നു, പ്രസന്റ്ലി 5 CR ആണ്. ഒരു രജിസ്റ്റേർഡ് പാർട്ടിയുടെ സെയിൽസ്, ഒരു വർഷത്തെ സെയിൽസ് 5 കോടിയിൽ കൂടുതലാണെങ്കിൽ ആ സെയിം പാർട്ടിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് ഒരു ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടന്റ് സൈൻ ചെയ്യണം. ഈ സൈൻ ചെയ്യുന്ന പ്രോസസ് ആണ് കമ്പൽസറി ഓഡിറ്റ്. റിവൈൻഡ് ചെയ്യാം. ഒരു രജിസ്റ്റേർഡ് പാർട്ടി ആണെങ്കിൽ ആ രജിസ്റ്റേർഡ് പാർട്ടിയുടെ 2020-21 ഇയറിലെ ടേൺ ഓവർ 5 കോടിയിൽ കൂടുതലാണ്. കഴിഞ്ഞ എക്സാമിൽ 2 CR ആയിരുന്നു, പ്രസന്റ്ലി 5 CR ആണ്. 5 കോടിയിൽ കൂടുതലാണെങ്കിൽ ആ പാർട്ടിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് ഒരു ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി ചാർട്ടേഡ് അക്കൗണ്ട് ഓർ കോസ്റ്റ് അക്കൗണ്ടന്റ് ഓഡിറ്റ് ചെയ്യണം. ഇതാണ് കമ്പൽസറി ഓഡിറ്റ്, മാൻഡേറ്ററി ഓഡിറ്റ്. അങ്ങനെ ഓഡിറ്ററായ പാർട്ടി ഞാനാണ് ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യുന്നെങ്കിൽ, ഓഡിറ്ററായ പാർട്ടി ഓഡിറ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കും. ആ ഓഡിറ്റ് റിപ്പോർട്ടിനോട് കൂടി ഫർദറായി കൊടുക്കേണ്ട ഫോം നമ്പർ ആണ് GSTR 9C. ഓഡിറ്ററായ പാർട്ടി ഓഡിറ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിനോട് കൂടി ഫർദറായിട്ട് കൊടുക്കേണ്ട ഫോം ആണ് GSTR 9C ഫോം. ഓക്കെ, one ലാസ്റ്റ് നോട്ട് ആയിട്ട് ശ്രദ്ധ കേട്ടോ. 2 നോട്ടാണ്, 2 നോട്ടാണ്. വെയിറ്റ് ചെയ്യാം. എക്സാമ്പിൾ ലോക്കൽ അതോറിറ്റി ആണ്. ഒരു ലോക്കൽ അതോറിറ്റി അല്ലെങ്കിൽ ഗവൺമെന്റ് കമ്പനി, ലോക്കൽ അതോറിറ്റിയാണ് അല്ലെങ്കിൽ ഗവൺമെന്റ് കമ്പനിയാണ്. ഒരു ലോക്കൽ അതോറിറ്റിയോ
അല്ലെങ്കിൽ ഗവൺമെന്റ് കമ്പനിയോ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അവരെ ബുക്സ് ഓഫ് അക്കൗണ്ട് ആരെ ഓഡിറ്റ് ചെയ്യുക? CNAG എന്ന് പറയും. CNAG, കൺട്രോൾ ആൻഡ് ഓഡിറ്റ് ജനറൽ ഓഫ് ഇന്ത്യ, അവരാണ് ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഡിറ്റ്. നോർമലി ഗവൺമെന്റ് കമ്പനിയോ ഓക്കെ ശ്രദ്ധിക്കാം. നോർമലി സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാ, മ്യൂട്ട് ആരും പ്രശ്നങ്ങളില്ല. ഞാൻ ഓൾറെഡി ആരെങ്കിലും കയറുമ്പോൾ സൗണ്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ മ്യൂട്ട് ആക്കുന്നുണ്ട് കേട്ടോ. എങ്കിലും നോക്കാം, ശ്രദ്ധിക്കാം. ഓക്കെ ശ്രദ്ധിക്കാം. ഫോർ എക്സാമ്പിൾ ഒരു ഗവൺമെന്റ് സ്ഥാപനമാണ്, ഗവൺമെന്റ് കമ്പനിയാണ്, അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റിയാണ്. ഈ ഗവൺമെന്റ് കമ്പനി ആണെങ്കിൽ അവർക്ക് ഇൻകം ടാക്സ് GST അല്ല, ഇൻകം ടാക്സ് പ്രകാരം അവർ ബുക്സ് ഓഫ് അക്കൗണ്ട് ആര് ഓഡിറ്റ് ചെയ്യും? CNAG ഓഡിറ്റ് ചെയ്യും. കൺട്രോൾ ആൻഡ് ഓഡിറ്റ് ജനറൽ ഓഫ് ഇന്ത്യ CNAG ഓഡിറ്റ് ചെയ്യും. അങ്ങനെ CNAG ഓഡിറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ കമ്പനി, ഗവൺമെന്റ് കമ്പനിയുടെ ലോക്കൽ അതോറിറ്റിയുടെ ടേൺ ഓവർ സെയിൽസ് 5 കോടിയിൽ കൂടുതലാണെങ്കിൽ പിന്നെ ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി കമ്പൽസറി ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. എക്സംഷൻ റിവൈൻഡ് ചെയ്യാം. മുകളിൽ പറഞ്ഞ പോയിന്റ് പ്രകാരം എവരി രജിസ്റ്റേർഡ് പാർട്ടിയാണ്, GST ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത പാർട്ടി ആണെങ്കിൽ അവരെ ടേൺ ഓവർ 5 കോടിക്ക് മുകളിലാണെങ്കിൽ നിർബന്ധമായിട്ടും അവരെ ബുക്സ് ഓഫ് അക്കൗണ്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റോ കമ്പനി ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടന്റോ ഓഡിറ്റ് ചെയ്യണം. അതിന്റെ എക്സംഷൻ ആയിട്ട് പറയുന്നത് ഇൻ കേസ് ഓഫ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് ലോക്കൽ അതോറിറ്റി ആണെങ്കിൽ, സെൻട്രൽ ഗവൺമെന്റ് മീൻ ഗവൺമെന്റ് കമ്പനി ആയിരിക്കാം അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി ആയിരിക്കാം, ആ പാർട്ടി സെയിം പാർട്ടിയുടെ ടേൺ ഓവർ ഇൻകം ടാക്സ് പ്രകാരം CNAG ഓഡിറ്റ് ചെയ്യും. ഈ സെയിം പാർട്ടിയുടെ ടേൺ ഓവർ 5 കോടിയിൽ മുകളിലാണെങ്കിൽ GST ആക്ട് പ്രകാരമുള്ള കമ്പൽസറി ഓഡിറ്റിന്റെ ആവശ്യം ഇല്ല. ദർ ഇസ് നോ കൺസെപ്റ്റ് ഓഫ് കമ്പൽസറി ഓഡിറ്റ്. അവർ കമ്പൽസറി ഓഡിറ്റിന്റെ ആവശ്യമില്ല. ഫസ്റ്റ് പോയിന്റ് അതാണ്. ഇനി ശ്രദ്ധിക്കട്ടോ, രണ്ടാമത്തെ അമെന്റ്മെന്റ് ആയിട്ട് വന്ന ഏരിയ. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കറിയാം ABT പാർസൽ കൊറിയർ ഏജൻസി, ABT പാർസൽ കൊറിയർ ഏജൻസി, കൊറിയർ ഏജൻസി. ഈ ABT പാർസൽ ഒരു ബ്രാഞ്ച് കേരളത്തിൽ, അനദർ ബ്രാഞ്ച് തമിഴ്നാടാണെങ്കിൽ കൺസെപ്റ്റ് ആണ് ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ. ഡിസ്റ്റിങ്ക്റ്റ് മീൻ കേരളത്തിലുള്ള പാർട്ടിയുടെ കേരളത്തിൽ ഉള്ള പാർട്ടിയുടെ GST നമ്പറും തമിഴ്നാട് പാർട്ടിയുടെ GST നമ്പർ ഡിഫറെന്റ് ആണ്. ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു ഒരേ പാർട്ടി ആയിരിക്കാം, പക്ഷെ ബിസിനസ് ചെയ്യുന്ന ലൊക്കേഷൻ സ്റ്റേറ്റ് മാറുമ്പോൾ അവരെ GST ആക്ട് പ്രകാരം 2 പാർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഡിസ്റ്റിങ്ക്റ്റ് GST അമെന്റ്മെന്റ് പ്രകാരം പറയുന്നത് കൊറിയർ ഏജൻസി, ഇൻ കേസ് ഓഫ് കൊറിയർ ഏജൻസി ബിസിനസ് ചെയ്യുന്ന പാർട്ടി ആണെങ്കിൽ, ട്രാൻസ്പോർട്ടർ ആണ്, കൊറിയർ ഏജൻസി ട്രാൻസ്പോർട്ടർ ആണെങ്കിൽ ആ പാർട്ടി ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്ക് ഡിഫറെന്റ് സ്റ്റേറ്റിൽ GST നമ്പർ ഉണ്ടാവും. ആ GST നമ്പർ ഒഴിവാക്കാൻ വേണ്ടി ആ സെയിം പാർട്ടി പുതിയതായിട്ട് യുണീക്ക് കോമൺ എൻറോൾമെന്റ് നമ്പർ GST ENR 02 ആ ഫോമിൽ ഒബ്റ്റെയിൻ ചെയ്യണം. റിവൈൻഡ് ചെയ്യാം. ഒരു ട്രാൻസ്പോർട്ടർ ആണ്, ഒരു ട്രാൻസ്പോർട്ടർ ആയ പാർട്ടി ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റേറ്റിലും സെപ്പറേറ്റ് GST നമ്പർ ഉണ്ടായിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി ഈ സെയിം പാർട്ടി പ്രസന്റ്ലി GST അമെന്റ്മെന്റ് പ്രകാരം അത് ഒഴിവാക്കാൻ വേണ്ടി അവർക്ക് പുതിയ കൺസെപ്റ്റ് ആണ് യുണീക്ക് കോമൺ എൻറോൾമെന്റ് നമ്പർ. യുണീക്ക് കോമൺ എൻറോൾമെന്റ് നമ്പർ മീൻ എല്ലാ ഡിഫറെന്റ് സ്റ്റേറ്റിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ ആ സ്റ്റേറ്റിൽ വരുന്ന ട്രാൻസ്പോർട്ടർ ആയ പാർട്ടി സിംഗിൾ നമ്പർ, യുണീക്ക് മീൻ സിംഗിൾ
യുണീക്ക് കോമൺ എൻറോൾമെന്റ് നമ്പർ ഒബ്റ്റെയിൻ ചെയ്യണം. ഒബ്റ്റെയിൻ ചെയ്യുവാൻ വേണ്ടി ആ പാർട്ടി കൊടുക്കേണ്ട ഫോം നമ്പർ ആണ്, അപ്ലിക്കേഷൻ ആണ് GST ENR 02. ഈ ഫോമിലാണ് ഈ നമ്പർ യുണീക്ക് കോമൺ എൻറോൾമെന്റ് നമ്പർ കിട്ടുവാൻ വേണ്ടി അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഇതാണ് കൺസെപ്റ്റ്. ഇതാണ് ചാപ്റ്റർ അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ്. ഡൗട്ട് നീ പറയും. ആ ചാപ്റ്റർ കഴിഞ്ഞിട്ടാ ചെറിയ ടോപ്പിക്കാണ്. ഫസ്റ്റ് ഇയർ റിട്ടേൺസ് ബുക്സ് ഓഫ് അക്കൗണ്ട് ആയിരുന്നു. രണ്ടാമത് കമ്പൽസറി ഓൾട്ട് ആയിരുന്നു. മൂന്നാമത്തെ പറഞ്ഞ കറസ്പോണ്ടിങ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ 2 ടൈപ്സ് ഓഫ് നോട്ട് ആണ്. ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉള്ളവർ പറയാം. കൺഫേം ചെയ്യാം. ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉള്ളവർ പറയാം. ഓക്കേടാ? ഓക്കെ. ഇനി നെക്സ്റ്റ് ഏരിയ നെക്സ്റ്റ് ചാപ്റ്റർ നെക്സ്റ്റ് യൂണിറ്റ് ആണ്. നെക്സ്റ്റ് അനദർ യൂണിറ്റ് ആണ് ടാക്സ് ഇൻവോയ്സ്. നെക്സ്റ്റ് യൂണിറ്റിന്റെ പേരാണ് ടാക്സ് ഇൻവോയ്സ്, ഡെബിറ്റ് നോട്ട് ആൻഡ് ക്രെഡിറ്റ് നോട്ട്. ടാക്സ് ഇൻവോയ്സ്, ഡെബിറ്റ് നോട്ട് ആൻഡ് ക്രെഡിറ്റ് നോട്ട്. ശ്രദ്ധിക്കാം. ഓക്കെ, ശ്രദ്ധിക്കട്ടാ. ഫസ്റ്റ് പോയിന്റ് എന്താണ് ടാക്സ് ഇൻവോയ്സ്? എക്സാമ്പിൾ ഞാൻ GST ആക്ട് പ്രകാരം രജിസ്റ്റേർഡ് പാർട്ടിയാണ്. രജിസ്റ്റേർഡ് പാർട്ടിയായി ഞാൻ ഗുഡ്സ് വിൽക്കുമ്പോ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ കസ്റ്റമറെ കയ്യിൽ നിന്നും ടാക്സ് എമൗണ്ട് വാങ്ങുന്നുണ്ടെങ്കിൽ, ഞാൻ ഗുഡ്സ് രജിസ്റ്റേർഡ് പാർട്ടിയാണ്, ഞാൻ ഗുഡ്സ് വിൽക്കുമ്പോൾ ടാക്സ് എമൗണ്ട് വാങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ സർവീസ് പ്രൊവൈഡറായി ഞാൻ കറസ്പോണ്ടിങ് കോസ്റ്റ് അക്കൗണ്ടന്റ് ആയിരിക്കാം, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കാം. ഞാൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്റെ സർവീസ് വാല്യൂവിനോട് കൂടി GST എമൗണ്ട് വാങ്ങും. അങ്ങനെ GST എമൗണ്ട് വാങ്ങുന്നുണ്ടെങ്കിൽ വാങ്ങുന്ന പാർട്ടി കൊടുക്കേണ്ട ഡോക്യുമെന്റ് പേരാണ് ടാക്സ് ഇൻവോയ്സ്. അപ്പൊ നിങ്ങൾ ഷോപ്പിൽ പോയിട്ട് എക്സാമ്പിൾ ടെക്സ്റ്റൈൽസ് പോയി നിങ്ങൾ പാന്റോ ഷർട്ടോ വാങ്ങുമ്പോൾ ടോട്ടൽ ബിൽ എമൗണ്ട് ആണ് 4000. അസ്യൂം ചെയ്യാം 4000 രൂപയാണ് ആ ഷോപ്പ് പാർട്ടികൾ കയ്യിൽ നിന്ന് വാങ്ങുന്നതെങ്കിൽ നിങ്ങളെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങും? ടാക്സ് എമൗണ്ട് വാങ്ങും. ഷുവറാണ്. അങ്ങനെ സെല്ലറായ ടെക്സ്റ്റൈൽ പാർട്ടി ടാക്സ് എമൗണ്ട് വാങ്ങുന്നുണ്ട്. ടാക്സ് എമൗണ്ട് വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെന്ത് ബില്ല് തരും. ആ ബില്ലിന്റെ പേരെന്താണ്? ടാക്സ് ഇൻവോയ്സ്. ഇതാണ് കൺസെപ്റ്റ്. ഒരു കസ്റ്റമറെ കയ്യിൽ നിന്നും ഗുഡ്സോ സർവീസോ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ടാക്സ് എമൗണ്ട് വാങ്ങുന്നുണ്ടെങ്കിൽ ആ പാർട്ടി കൊടുക്കേണ്ട ബില്ലാണ്, ഡോക്യുമെന്റ് ആണ് ടാക്സ് ഇൻവോയ്സ്. ഫസ്റ്റ് കൺസെപ്റ്റ്. ഇനി ചിലപ്പോ ഞാൻ GST ആക്ട് പ്രകാരം രജിസ്റ്റേർഡ് പാർട്ടി ആയിരിക്കും, പക്ഷെ ഞാൻ വിൽക്കുന്ന ഗുഡ്സ് എക്സംപ്റ്റഡ് ഗുഡ്സ് ആണ്. എക്സംപ്റ്റഡ് ഗുഡ്സ് മീൻ ടാക്സ് വരാത്ത ഗുഡ്സ്. എക്സാമ്പിൾ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ്. ഞാൻ വിൽക്കുന്ന ഐറ്റം പാഡിയാണ്. ഞാൻ വിൽക്കുന്ന ഐറ്റം മറ്റുള്ള അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ കസ്റ്റമറെ കയ്യിൽ നിന്നും ടാക്സ് എമൗണ്ട് വാങ്ങാൻ പാടില്ല. കസ്റ്റമറെ കയ്യിൽ നിന്ന് ടാക്സ് എമൗണ്ട് വാങ്ങുന്നില്ല എങ്കിൽ, ഞാൻ ടാക്സ് എമൗണ്ട് വാങ്ങുന്നില്ല എങ്കിൽ ഞാൻ കൊടുക്കേണ്ട ബില്ലിന്റെ പേരാണ് ബിൽ ഓഫ് സപ്ലൈ. ടാക്സ് ഇൻവോയ്സ് അല്ല, ബിൽ ഓഫ് സപ്ലൈ. കാരണം ഞാൻ ടാക്സ് എമൗണ്ട് വാങ്ങുന്നില്ല. അല്ലെങ്കിൽ പഠിക്കാറുണ്ട്
കോമ്പോസിഷൻ ടാക്സ് സ്കീം. കോമ്പോസിഷൻ ടാക്സ് സ്കീം എന്ന് പറയും. കോമ്പോസിഷൻ ലെവി, കോമ്പോസിഷൻ ഡീലർ എന്ന് പറയും. ഞാൻ ഒരു കോമ്പോസിഷൻ ഡീലർ ആണെങ്കിൽ ഗുഡ്സ് വിൽക്കുമ്പോ കസ്റ്റമറെ കയ്യിൽ നിന്ന് ടാക്സ് എമൗണ്ട് വാങ്ങാൻ പാടില്ല. പിന്നെ പഠിക്കുക എന്താന്നുള്ളത്. ആ കോമ്പോസിഷൻ ഡീലർ ആണെങ്കിൽ ഞാൻ കസ്റ്റമറെ കയ്യിൽ ടാക്സ് എമൗണ്ട് വാങ്ങുന്നില്ല എങ്കിൽ ഞാൻ ഗുഡ്സ് വിൽക്കുമ്പോൾ കളക്ട് ചെയ്യാൻ ടാക്സ് എമൗണ്ട് ഞാൻ ഗുഡ്സ് വിൽക്കുമ്പോൾ ടാക്സ് എമൗണ്ട് വാങ്ങുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ കൊടുക്കേണ്ട ബില്ല് ഏതായിരിക്കും? ബിൽ ഓഫ് സപ്ലൈ. ഇതാണ് കൺസെപ്റ്റ്. റിവൈൻഡ് ചെയ്യാം. 2 പോയിന്റ്. ടാക്സ് ഇൻവോയ്സ് മീൻ ഞാൻ ഗുഡ്സ് വിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഗുഡ്സ് വിൽക്കുമ്പോൾ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ കസ്റ്റമറെ കയ്യിൽ നിന്നും ടാക്സ് എമൗണ്ട് വാങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കേണ്ട ബില്ലിന്റെ പേരാണ് ടാക്സ് ഇൻവോയ്സ്. അതല്ല, ഞാൻ ഗുഡ്സ് വിൽക്കുമ്പോൾ മേ ബി എക്സംപ്റ്റഡ് ഗുഡ്സ്, ടാക്സ് വരാത്ത ഗുഡ്സ് ആയിരിക്കും, ടാക്സ് വരാത്ത സർവീസ് ആയിരിക്കും. അല്ലെങ്കിൽ ഞാൻ കോമ്പോസിഷൻ സ്കീമാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഈ 2 പാർട്ടിയും കസ്റ്റമറെ കയ്യിൽ ടാക്സ് എമൗണ്ട് വാങ്ങുന്നില്ല. കസ്റ്റമറെ കയ്യിൽ നിന്നും ടാക്സ് എമൗണ്ട് വാങ്ങുന്നില്ല എങ്കിൽ ഞാൻ കൊടുക്കേണ്ട ഡോക്യുമെന്റ് ആണ് ബിൽ ഓഫ് സപ്ലൈ. ടാക്സ് ഇൻവോയ്സിന് പകരമായിട്ട് ഞാൻ കൊടുക്കേണ്ട ഡോക്യുമെന്റ് ആണ് ബിൽ ഓഫ് സപ്ലൈ. ഓക്കെ. ഇനി നിങ്ങൾ ഷോപ്പിൽ പോയി ഗുഡ്സ് വാങ്ങുകയാണ്. ഗുഡ്സ് വാങ്ങുമ്പോൾ നിങ്ങളെ കയ്യിൽ ടാക്സ് എമൗണ്ട് വാങ്ങുന്നുണ്ട് എങ്കിൽ ആ ഗുഡ്സ് വാങ്ങുമ്പോൾ ഗുഡ്സിന്റെ വാല്യൂ ടാക്സ് കൂട്ടാതെ ഗുഡ്സിന്റെ വാല്യൂ 200 കുറവാണെങ്കിൽ നിങ്ങൾക്ക് GST ആക്ട് പ്രകാരം ബില്ല് തരണമെന്ന് നിർബന്ധം ഇല്ല. എക്സെപ്റ്റ് നിങ്ങൾ ബില്ല് ചോദിക്കുന്നുണ്ടെങ്കിൽ ബില്ല് കൊടുക്കണം. അതല്ല, ഗുഡ്സ് വിൽക്കുമ്പോൾ 200 രൂപയിൽ കുറവാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇൻവോയ്സ് പ്രിന്റ് ബില്ല് അടിക്കേണ്ട ആവശ്യം ഇല്ല. കൺസെപ്റ്റ്. ആൻഡ് ഇൻവോയ്സ് ഓർ ബിൽ ഓഫ് സപ്ലൈ need not be issued if the value of supply less than ₹200. Doubt ni bari. First part doubt ni bariya. Okay. Same area nota. No tax invoice required to be issued. No tax invoice required to be issued. I പറഞ്ഞു. An invoice or bill of supply need not be issued if the value of supply less than 200. Condition പറയുന്നത് ഗുഡ്സ് വിൽക്കുമ്പോൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ വാല്യൂ 200 കുറവാണെങ്കിൽ ഗുഡ്സ് വാങ്ങുന്ന പാർട്ടി രജിസ്റ്റേർഡ് പാർട്ടി അല്ല. നിങ്ങളെ പോലെ കസ്റ്റമർ ആണെങ്കിൽ ഗുഡ്സ് വാങ്ങുന്ന പാർട്ടി രജിസ്റ്റേർഡ് പാർട്ടി അല്ല എങ്കിൽ, അതുപോലെ റെസിപ്പിയന്റ് ആയ പാർട്ടി ബില്ല് ചോദിക്കുന്നില്ല എങ്കിൽ 200 രൂപയിൽ കുറവാണ് വരുന്ന വാല്യൂ ഓഫ് ഗുഡ്സ് ആണ് വിൽക്കുന്നതെങ്കിൽ ടാക്സ് ഇൻവോയ്സോ അല്ലെങ്കിൽ ബിൽ ഓഫ് സപ്ലൈ ടാക്സ് ഇൻവോയ്സോ അല്ലെങ്കിൽ ബിൽ ഓഫ് സപ്ലൈയോ കൊടുക്കേണ്ട ആവശ്യം ഇല്ല. നോക്കുക. An invoice or bill of supply need not be issued if the value of supply less than 200. First one, a registered person may not issue tax invoice if value of goods or supply less than 200. Recipient is unregistered and recipient does not require such invoice. Okay. Next concept on advance payment. Advance payment means ഞാനൊരു സപ്ലയർ ആണ്, ട്രേഡർ ആണ്. എനിക്കൊരു കസ്റ്റമർ അഡ്വാൻസ് ആയിട്ട് 10,000 രൂപ തന്നു. അങ്ങനെ 10,000 രൂപ തന്നു കഴിഞ്ഞാൽ ഞാനൊരു സപ്ലയർ ആണ്, ട്രേഡർ ആണ്. എനിക്ക് ഗുഡ്സ് വാങ്ങാൻ പോകുന്ന കസ്റ്റമർ 10,000 രൂപ തന്നു. അങ്ങനെ 10,000 രൂപ അഡ്വാൻസ് ആയി കിട്ടിക്കഴിഞ്ഞാൽ ആ കടക്കാരൻ എന്ത് ചെയ്യും? ഒരു റെസീറ്റ് തരും. നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് ഇന്ന ആളെ കയ്യിൽ നിന്നും ഇത്ര എമൗണ്ട് അഡ്വാൻസ് എമൗണ്ട് കിട്ടി. ഈ അഡ്വാൻസ് എമൗണ്ട് കിട്ടിയതിന്
സപ്ലയർ ആയ പാർട്ടി, ട്രേഡർ ആയ പാർട്ടി കസ്റ്റമർക്ക് കൊടുക്കേണ്ട ഡോക്യുമെന്റ് പേരാണ് റെസീപ്റ്റ് വൗച്ചർ. റെസീപ്റ്റ് വൗച്ചർ ശ്രദ്ധിക്കുക. ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ, ഒരു സപ്ലയർ, ട്രേഡർ കസ്റ്റമറെ കയ്യിൽ നിന്ന് അഡ്വാൻസ് എമൗണ്ട് വാങ്ങുന്നുണ്ടെങ്കിൽ ഇന്ന ആളെ കയ്യിൽ നിന്നും ഇത്ര എമൗണ്ട് ഇന്ന ഡേറ്റിൽ എമൗണ്ട് കിട്ടി, ആ എമൗണ്ട് കിട്ടിയതായിട്ട് പ്രൂഫായിട്ട് സപ്ലയർ ആയ ട്രേഡർ ആയ പാർട്ടി ആരുടെ കയ്യിൽ നിന്നാണോ അഡ്വാൻസ് എമൗണ്ട് വാങ്ങുന്നത് ആ പാർട്ടിക്ക് കൊടുക്കേണ്ട ഡോക്യുമെന്റ് പേരാണ് റെസീപ്റ്റ് വൗച്ചർ. റെസീപ്റ്റ് വൗച്ചർ അതാണ് കൺസെപ്റ്റ്. അഡ്വാൻസ് പേയ്മെന്റ്. രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൾ ഓൺ റെസിപ്റ്റ് ഓഫ് അഡ്വാൻസ് പേയ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു എനി സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ഇഷ്യൂ എ റെസീപ്റ്റ് വൗച്ചർ. ഇഷ്യൂ എ റെസീപ്റ്റ് വൗച്ചർ. ഓക്കെ. ഇനി നെക്സ്റ്റ് ഏരിയ കണ്ടന്റ് ഓഫ് ടാക്സ് ഇൻവോയ്സ്. എക്സാമിന് ഷുവർ ക്വസ്റ്റൻ ആണ് കേട്ടോ. കണ്ടന്റ് ഓഫ് ടാക്സ് ഇൻവോയ്സ് ശ്രദ്ധിക്കുക, സിമ്പിൾ ആണ്. നിങ്ങൾ okay, sorry. Next hoga. Next one content of next one content of tax invoice. ഈ കണ്ടന്റ് ഓഫ് ടാക്സ് ഇൻവോയ്സ് പറയുമ്പോൾ കണ്ടന്റ് ഓഫ് ടാക്സ് ഇൻവോയ്സ് പറയുമ്പോൾ എക്സാമ്പിൾ നിങ്ങൾ ഷോപ്പിൽ പോയിട്ട് ഒരു ടെക്സ്റ്റൈൽസ് പോയിട്ട് ഷർട്ടോ പാൻറ്റോ വാങ്ങുകയാണെങ്കിൽ നിങ്ങളെ കയ്യിൽ നിന്നും ആ കടക്കാരൻ എന്ത് ചെയ്യും, ഷോപ്പ് ഡീലർ എന്ത് ചെയ്യും, ടാക്സ് വാങ്ങും. ഷുവറാണ്. അപ്പോൾ ടാക്സ് വാങ്ങുന്നുണ്ടെങ്കിൽ ആ പാർട്ടി തരേണ്ട ഡോക്യുമെന്റ് എന്തായിരിക്കും, ടാക്സ് ഇൻവോയ്സ്. ടാക്സ് ഇൻവോയ്സ് ഓൾറെഡി പറഞ്ഞു. ഇനി ആ കടക്കാരൻ ബില്ല് തരുമ്പോൾ ആ ബില്ലിൽ എന്തെല്ലാം കണ്ടന്റ് വേണം, ഇതാണ് പഠിക്കുന്നത്. കോമൺ ആയി ആലോചിച്ചാൽ മതി. എന്തൊക്കെ വേണ്ടി വരും? വിൽക്കുന്ന ആളുടെ സപ്ലയർ നെയിം വേണം. പാർട്ടി ടെക്സ്റ്റൈൽ പാർട്ടി അവരുടെ നെയിം ഓഫ് സപ്ലയർ മാൻഡേറ്ററി ആണ്. അവരുടെ അഡ്രസ്, മേ ബി കാലിക്കറ്റ്, അവരുടെ അഡ്രസ് വേണം. ആ വിൽക്കുന്ന ആളുടെ GST നമ്പർ നിർബന്ധമാണ്. നെയിം ഓഫ് സപ്ലയർ വേണം, അവരുടെ അഡ്രസ് വേണം, GST നമ്പർ വേണം. പിന്നെ നോക്കുമ്പോൾ ഡേറ്റ് വേണം, എന്നാണ് ബില്ല് ഡേറ്റ് വേണം. മൂന്നാമത് ബിൽ നമ്പർ മീൻസ് സീരിയൽ നമ്പർ, ബിൽ നമ്പർ വേണം. മൂന്നാമത് പിന്നെ വാങ്ങുന്ന ആളുടെ പേര്. എക്സാം നിങ്ങൾ വാങ്ങുന്നെങ്കിൽ നിങ്ങൾ കറസ്പോണ്ട് മിസ്റ്റർ എ, വാങ്ങുന്ന ആളുടെ പേര് വേണം, വാങ്ങുന്ന ആളുടെ അഡ്രസ് കൊടുക്കും. ഇനി വാങ്ങുന്ന പാർട്ടി രജിസ്റ്റേർഡ് പാർട്ടി ആണെങ്കിൽ അവർ GST നമ്പർ, വിൽക്കുന്ന പാർട്ടി രജിസ്റ്റേർഡ് ആണ്, ഷുവർ ആയിരിക്കും. വാങ്ങുന്ന പാർട്ടി രജിസ്റ്റേർഡ് പാർട്ടി ആണെങ്കിൽ അവരെ അഡ്രസ്സും കൊടുക്കും, അവരെ GST നമ്പർ. അത് കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങുന്ന ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ് മീൻ പാന്റ്, ഷർട്ട്, ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ് കൊടുക്കും. ക്വാണ്ടിറ്റി, ഒരു പീസ് ആണോ 2 പീസ്, ക്വാണ്ടിറ്റി കൊടുക്കും. ടോട്ടൽ വാല്യൂ 2 പീസ് 2 × 700 എമൗണ്ട് കൊടുക്കും. GST റേറ്റ്, GST മീൻ 9%, GST റേറ്റ് കൊടുക്കും. GST എമൗണ്ട്, CGST ഇത്ര എമൗണ്ട്, SGST ഇത്ര എമൗണ്ട്. താഴെ നോക്കുമ്പോൾ കടക്കാരുടെ സൈൻ ഉണ്ടാവും, സിഗ്നേച്ചർ. ഇതാണ് നോർമലി വരുന്ന കണ്ടന്റ്. ഇനി ചില കേസിൽ ഗുഡ്സ് വാങ്ങുമ്പോൾ എക്സാമ്പിൾ ഡൽഹിയിൽ നിന്നാണ് ഞാൻ ഗുഡ്സ് വാങ്ങുന്നത്, കേരളത്തിലേക്കാണ് ഗുഡ്സ് വാങ്ങുന്നതെങ്കിൽ എവിടേക്കാണ് ഗുഡ്സ് കൊണ്ടുവരുന്നത്, പ്ലേസ് ഓഫ് ഡെലിവറി, കേരളത്തിൽ എവിടേക്കാണ് ഗുഡ്സ് ഡെലിവർ ചെയ്യേണ്ടത് ആ പ്ലേസ്, ആ സ്റ്റേറ്റ് കാണിക്കണം ബില്ല് പ്രകാരം. നോക്കാം. കണ്ടന്റ് ഓഫ് ടാക്സ് ഇൻവോയ്സ് ആണ് ഫസ്റ്റ് വൺ. There is no format prescribed for invoice. However, invoice rule make it mandatory for an invoice to have following field. Only applicable field ആണ്. ഒന്ന് നെയിം, അഡ്രസ്, GSTN ഓഫ് സപ്ലയർ. വിൽക്കുന്ന ആളുടെ നെയിം, അഡ്രസ്, അവർ GST നമ്പർ വേണം. രണ്ടാമത്തെ കോൺസിക്യൂട്ടീവ് സീരിയൽ നമ്പർ, വിൽക്കുന്ന ആളുടെ ബിൽ നമ്പർ വേണം. ഡേറ്റ് ഓഫ് ഇഷ്യൂ എന്നാണ് കറസ്പോണ്ട് ഡേറ്റ് വേണം.
നെയിം അഡ്രസ് ആൻഡ് GSTN ഓഫ് ദി റെസിപ്പിയന്റ്. വാങ്ങുന്ന ആളുടെ നെയിം അഡ്രസ് ആൻഡ് വാങ്ങുന്ന പാർട്ടി രജിസ്റ്റേർഡ് പാർട്ടി ആണ് എങ്കിൽ മാത്രം അവരുടെ GSTN നമ്പർ. നെക്സ്റ്റ് വൺ പറയുന്നത് നെയിം ആൻഡ് അഡ്രസ് ഓഫ് റെസിപ്പിയന്റ് ആൻഡ് അഡ്രസ് ഓഫ് ഡെലിവറി. ഇതോട് വരുന്ന ഏരിയ ഔട്ട്സൈഡ് സ്റ്റേറ്റിൽ നിന്നാണ് ഗുഡ്സ് വാങ്ങുന്നതെങ്കിൽ എവിടേക്കാണ് ഗുഡ്സ് ഡെലിവർ ചെയ്യേണ്ടത്. പിന്നെ വരുന്ന HSN കോഡ്. HSN കോഡ് മീൻ ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ. മീൻ ഗുഡ്സ് ആണ് വിൽക്കുന്നതെങ്കിൽ GST ആക്ട് പ്രകാരം ആ ബില്ല് പ്രകാരം HSN കോഡ് വേണം. അതല്ല സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ആ ബില്ല് പ്രകാരം സാക്ക് വേണം, സർവീസ് അക്കൗണ്ടിങ് കോഡ് വേണം. 2 കോഡാണ്. ഒന്ന് HSN കോഡ്, രണ്ടാമത് ഗുഡ്സ് ആണ് വിൽക്കുന്നതെങ്കിൽ ആ ബില്ല് പ്രകാരം HSN കോഡ് വേണം. സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ആ ബില്ല് പ്രകാരം എന്ത് വേണം, സർവീസ് അക്കൗണ്ടിങ് കോഡ് വേണം. നെക്സ്റ്റ് വൺ ഡിസ്ക്രിപ്ഷൻ. വിൽക്കുന്ന ഒരു പാന്റ് ആണോ ഷർട്ട് ആണോ, ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. നെക്സ്റ്റ് വൺ ക്വാണ്ടിറ്റി. എത്ര ക്വാണ്ടിറ്റി, ഒരു ക്വാണ്ടിറ്റി ആണോ 2 ക്വാണ്ടിറ്റി ആണോ. ടോട്ടൽ വാല്യൂ, ക്വാണ്ടിറ്റി ഇൻ റേറ്റ്. ടാക്സബിൾ വാല്യൂ, ടോട്ടലി അല്ലെങ്കിൽ കൂടി വരും ആഡ് ടാക്സബിൾ വാല്യൂ. റേറ്റ് ഓഫ് ടാക്സ് 9% CGST, 9% SGST, 6% CGST, 6% SGST. എമൗണ്ട് ഓഫ് ടാക്സ്, എത്ര എമൗണ്ട് CGST വാങ്ങുന്നു. പ്ലേസ് ഓഫ് സപ്ലൈ, Next one, address of delivery were same different from the place of supply. Next one, signature or digital signature. ഇതാണ് concept. Very important. Next one question ആണ് content of tax invoice. കാരണം സിമ്പിൾ ആണ്. ഒരു ബില്ല് വാങ്ങുമ്പോൾ ഒരു ഇൻവോയ്സ് വാങ്ങുമ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി എന്തെല്ലാം കണ്ടന്റ് ആണ് വരുന്നത്. ആ കണ്ടന്റ് ആണ് GST ആക്ട് പ്രകാരം പറയുന്നത് കണ്ടന്റ് ഓഫ് ടാക്സ് ഇൻവോയ്സ്. ഓക്കെ, ഇനി നോക്കാം കേട്ടോ. നെക്സ്റ്റ് പോയിന്റ്, ബിൽ ഓഫ് സപ്ലൈ. ഞാൻ ഓടി പറഞ്ഞു ബിൽ ഓഫ് സപ്ലൈ മീൻ പറഞ്ഞ പോലെ റിവൈൻഡ് ചെയ്യാം. ബിൽ ഓഫ് സപ്ലൈ മീൻ ഒരു രജിസ്റ്റേർഡ് പാർട്ടി ഗുഡ്സ് വിൽക്കുമ്പോൾ അല്ലെങ്കിൽ സർവീസ് ഗുഡ്സ് വിൽക്കുമ്പോൾ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ടാക്സ് വരാത്ത ഗുഡ്സ് ആണ്, ടാക്സ് വരാത്ത സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ സപ്ലയർ ആയ പാർട്ടി കസ്റ്റമർക്ക് കൊടുക്കേണ്ട ഡോക്യുമെന്റ് ആണ് ബിൽ ഓഫ് സപ്ലൈ. ഫസ്റ്റ് പോയിന്റ്. അതല്ല ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ കോമ്പോസിഷൻ സ്കീമാണ്, ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ കോമ്പോസിഷൻ സ്കീമാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഈ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യുന്ന പാർട്ടി കസ്റ്റമറെ കയ്യിൽ ടാക്സ് എമൗണ്ട് വാങ്ങാൻ പാടില്ല. ആൻഡ് ടാക്സ് എമൗണ്ട് വാങ്ങുന്നില്ല എങ്കിൽ കൊടുക്കേണ്ട ഡോക്യുമെന്റ് ആണ് അനദർ ബിൽ ഓഫ് സപ്ലൈ. 2 കേസാണ്. ഒന്ന് വിൽക്കുമ്പോൾ എക്സംപ്റ്റഡ് ഗുഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പാർട്ടി കോമ്പോസിഷൻ സ്കീം ആണെങ്കിൽ ഗുഡ്സ് വിൽക്കുമ്പോൾ ടാക്സ് എമൗണ്ട് വാങ്ങാൻ പാടില്ല. ഈ 2 കേസിലും കസ്റ്റമർക്ക് കൊടുക്കേണ്ട ബില്ലാണ് ബിൽ ഓഫ് സപ്ലൈ. ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത് കണ്ടന്റ് ഓഫ് ബിൽ ഓഫ് സപ്ലൈ പഠിക്കുമ്പോൾ സിമ്പിൾ ആണ്. കണ്ടന്റ് പഠിക്കുമ്പോൾ മുകളിൽ ഞാൻ ടാക്സ് ഇൻവോയ്സ് പറഞ്ഞു. ആ ടാക്സ് ഇൻവോയ്സിന്റെ കണ്ടന്റ് പറഞ്ഞപ്പോ കസ്റ്റമറെ കയ്യിൽ ടാക്സ് എമൗണ്ട് വാങ്ങുന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന ഇൻവോയ്സ് ആണ് ടാക്സ് ഇൻവോയ്സ്. അങ്ങനെയാണ് ആ ബില്ല് പ്രകാരം എന്ത് വേണം, റേറ്റ് ഓഫ് ടാക്സ് CGST 6%, SGST 6%, CGST 9%, SGST 9%. അത് നിർബന്ധമാണ്. അതുപോലെ എമൗണ്ട് ഓഫ് ടാക്സ് എത്രയാണ്, CGST 116, SGST 116. ആ റേറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് ടാക്സ് വാങ്ങുന്നു അതും വേണം. പക്ഷെ ബിൽ ഓഫ് സപ്ലൈ ആകുമ്പോൾ കസ്റ്റമറെ കയ്യിൽ നിന്നും ടാക്സ് എമൗണ്ട് വാങ്ങുന്നില്ല. കസ്റ്റമറെ കയ്യിൽ നിന്നും ടാക്സ് എമൗണ്ട് വാങ്ങാത്ത കാരണം കൊണ്ട് ടാക്സ് ഇൻവോയ്സിൽ നിന്നും റേറ്റ് ഓഫ് ടാക്സും എമൗണ്ട് ഓഫ് ടാക്സും ഒഴിവാക്കിയാൽ ബാക്കി വരുന്ന എല്ലാ പോയിന്റും എവിടെ വേണം, ബിൽ ഓഫ് സപ്ലൈ വേണം. നോക്കിയാൽ മതി, ആ ഡിഫറൻറ്റ് നോക്കിയാൽ മതി. ടാക്സ് ഇൻവോയ്സ് ആകുമ്പോൾ കസ്റ്റമറെ കയ്യിൽ ടാക്സ് എമൗണ്ട് വാങ്ങുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ ബിൽ ഓഫ് സപ്ലൈ ടാക്സ് ഇൻവോയ്സ്. സെയിം ടൈമിൽ കസ്റ്റമറെ കയ്യിൽ ടാക്സ് എമൗണ്ട് വാങ്ങുന്നില്ല എങ്കിൽ കൊടുക്കുകയാണ് ബിൽ ഓഫ് സപ്ലൈ. അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ
കണ്ടന്റ് ഓഫ് ബിൽ ഓഫ് സപ്ലൈ നോക്കുമ്പോ ടാക്സ് ഇൻവോയ്സിൽ നിന്ന് ടാക്സ് എമൗണ്ടും റേറ്റ് ഓഫ് ടാക്സും എമൗണ്ട് ഓഫ് ടാക്സും റേറ്റ് ഓഫ് ടാക്സും എമൗണ്ട് ഓഫ് ടാക്സും ഒഴികെ അത് ടോട്ടാലിറ്റി സെയിം കണ്ടന്റ്. ഫസ്റ്റ് നോക്കുക. A bill of supply shall be issued by supplier containing the following details. First one, name, address, GSTN of the supplier. വിൽക്കുന്ന ആളുടെ നെയിം വേണം, അഡ്രസ് വേണം, GSTN അവരുടെ GST നമ്പർ വേണം. രണ്ടാമത് കോൺസിക്യൂട്ടീവ് സീരിയൽ നമ്പർ, ബിൽ നമ്പർ വേണം, ഇൻവോയ്സ് നമ്പർ വേണം, ഇൻവോയ്സ് നമ്പർ വേണം. മൂന്നാമത് ഡേറ്റ് ഓഫ് ഇറ്റ്സ് ഇഷ്യൂ, ബിൽ ഡേറ്റ് വേണം. നാലാമത് കറസ്പോണ്ടിങ് നെയിം, അഡ്രസ്, ഗുഡ്സ് വാങ്ങുന്ന ആളുടെ നെയിം വേണം, അഡ്രസ് വേണം. അതുപോലെ ഗുഡ്സ് വാങ്ങുന്ന പാർട്ടി രജിസ്റ്റേർഡ് പാർട്ടി ആണ് എങ്കിൽ മാത്രം അവരുടെ GST നമ്പറോ UIN നമ്പറോ വേണം. അതുപോലെ HSN കോഡ് വേണം. അക്കൗണ്ടിങ് ഓർ ഗുഡ്സ് ആണ് വിൽക്കുന്നത്, HSN കോഡാണ്. സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്ത് കറസ്പോണ്ടിങ് അക്കൗണ്ടിങ് കോഡ് ഫോർ സർവീസ് വേണം. നെക്സ്റ്റ് വൺ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്, വാല്യൂ ഓഫ് സപ്ലൈ, ടോട്ടൽ ഗുഡ്സിന്റെ വാല്യൂ, സിഗ്നേച്ചർ. ഇതാണ് കൺസെപ്റ്റ്. നോക്കിയാൽ രണ്ട് ഡിഫറൻസ് നോക്കിയാൽ മതി. ഇവിടെ ടാക്സ്, ഇവിടെ കറസ്പോണ്ട് റേറ്റ് ഓഫ് ടാക്സ് വരുന്നില്ല, എമൗണ്ട് ഓഫ് ടാക്സ് വരുന്നത്, ബാക്കി ടോട്ടാലിറ്റി സെയിം ആണ്. ഇനി നെക്സ്റ്റ് നോക്കാം. ഇനി ചിലപ്പോ ഒരു സപ്ലയർ, ഇപ്പൊ എക്സാം നിങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി വെജിറ്റബിൾ ഐറ്റംസ് വാങ്ങി. വെജിറ്റബിൾ മീൻ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് ആണ്, ടാക്സ് വരാത്ത ഐറ്റംസ് ആണ്. ആ സെയിം സൂപ്പർ മാർക്കറ്റിൽ നിന്നും ടാക്സ് വരുന്ന ഗുഡ്സും വാങ്ങി. അങ്ങനെയാണെങ്കിൽ സൂപ്പർ മാർക്കറ്റ് പാർട്ടി നിങ്ങളെ കയ്യിൽ കുറച്ചായിട്ട് ടാക്സ് എമൗണ്ട് വാങ്ങും. കുറച്ചായിട്ട് നിങ്ങൾ വാങ്ങുമ്പോൾ ടാക്സ് വരുന്ന ഐറ്റംസ് ആണ്, കുറച്ച് ടാക്സ് വരാത്ത ഐറ്റംസ് ആണ്. അങ്ങനെയാണെങ്കിൽ സൂപ്പർ മാർക്കറ്റ് പാർട്ടി നിങ്ങൾക്ക് ഇൻവോയ്സ് തരുമ്പോൾ കുറച്ച് ഐറ്റംസിന് ടാക്സ് വരുന്നതാണ്, കുറച്ച് ഐറ്റം ടാക്സ് വരാത്തതാണെങ്കിൽ ആ പാർട്ടി നിങ്ങൾക്ക് തരേണ്ട ബില്ലിന്റെ പേരാണ് ഇൻവോയ്സ് കം ബിൽ ഓഫ് സപ്ലൈ. ഇൻവോയ്സ് കം ബിൽ ഓഫ് സപ്ലൈ മീൻ ഒരു രജിസ്റ്റേർഡ് പാർട്ടി കസ്റ്റമർക്ക് ഗുഡ്സ് വിൽക്കുമ്പോൾ ടാക്സ് വരുന്ന ഗുഡ്സും ആൻഡ് അതേ ബില്ല് പ്രകാരം ടാക്സ് വരാത്ത ഗുഡ്സും വിൽക്കുന്നുണ്ടെങ്കിൽ, രണ്ടും വരുന്നുണ്ട്, നോർമലി അങ്ങനെ വരും. അങ്ങനെ വരുന്നുണ്ട് എങ്കിൽ സപ്ലയർ ആയ പാർട്ടി കസ്റ്റമർക്ക് കൊടുക്കേണ്ട ബില്ലിന്റെ പേരാണ് ഇൻവോയ്സ് കം ബിൽ ഓഫ് സപ്ലൈ. ഡൗട്ട് നീ പറയും, ഡൗട്ടിനോട് ചോദിക്കാം. കൺഫേം ചെയ്യൂ. ഓക്കെ ആണോ? ഡൗട്ട് നീ ഉണ്ടാ? ഇനി നെക്സ്റ്റ് പറയുന്ന ഏരിയ മാനർ ഓഫ് ഇഷ്യൂയിങ് ഇൻവോയ്സ്. ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒരു പാർട്ടി ഗുഡ്സ് ആണ് വിൽക്കുന്നത്. ഗുഡ്സ് വിൽക്കുമ്പോൾ ടാക്സ് വരുന്ന ഗുഡ്സ് ആയിരിക്കും, ടാക്സ് വരാത്ത ഗുഡ്സ് ആയിരിക്കും, രണ്ടും വരാം. ടാക്സ് വരുന്ന ആൾ ടാക്സ് ഇൻവോയ്സ് കൊടുക്കും, ടാക്സ് വരാത്ത ബിൽ ഓഫ് സപ്ലൈ കൊടുക്കും. ഒരു സപ്ലയർ ആയ പാർട്ടി ഗുഡ്സ് വിൽക്കുമ്പോൾ എത്ര കോപ്പി, നമ്പർ ഓഫ് കോപ്പി ബില്ല് പ്രിപ്പയർ ചെയ്യുമ്പോൾ എത്ര ബില്ലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഒരു സപ്ലയർ ആയ പാർട്ടി ഗുഡ്സ് ആണ് വിൽക്കുന്നതെങ്കിൽ ഗുഡ്സ് വിൽക്കുമ്പോൾ 3 കോപ്പി ഓഫ് ബില്ലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിൽ ഫസ്റ്റ് കോപ്പി ഒറിജിനൽ കോപ്പി ഗുഡ്സ് വാങ്ങുന്ന പാർട്ടിക്കും, രണ്ടാമത്തെ കോപ്പി കൊറിയർ ഏജൻസി ട്രാൻസ്പോർട്ടർക്കും, മൂന്നാമത്തെ കോപ്പി സപ്ലയർ ആയ പാർട്ടി ഓഫീസ് കോപ്പി ആയിട്ട് ഹോൾഡ് ചെയ്യും. റിവൈൻഡ് ചെയ്യാം.
ഒരു ഗുഡ്സ് വിൽക്കുന്ന പാർട്ടി ഗുഡ്സ് ആണ് വിൽക്കുന്നത്. ആ പാർട്ടി GST ആക്ട് പ്രകാരം 3 കോപ്പി 3 ടൈപ്സ് ഓഫ് ബിൽ 3 ബിൽ കോപ്പി ഹോൾഡ് ചെയ്യണം. ആ 3 കോപ്പി ഹോൾഡ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ ഒറിജിനൽ കോപ്പി ഗുഡ്സ് വിൽക്കുമ്പോൾ ആർക്ക് കൊടുക്കും? ഗുഡ്സ് വിൽക്കുന്ന ആ കസ്റ്റമർക്ക് കൊടുക്കും, റെസിപ്പിയന്റിന് കൊടുക്കും. ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ആർക്ക് കൊടുക്കും? കൊറിയർ ഏജൻസിക്ക് കൊടുക്കും. ട്രിപ്ലിക്കേറ്റ് കോപ്പി ആർക്ക് കൊടുക്കും? സപ്ലയർക്ക് കൊടുക്കും, സപ്ലയർക്ക്. ഇൻ സെയിം ടൈമിൽ ഒരു പാർട്ടി സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ സർവീസ് പ്രൊവൈഡർ ആയ പാർട്ടി 2 കോപ്പി 2 കോപ്പി ഓഫ് ബില്ലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിൽ ഒറിജിനൽ കോപ്പി കൊടുക്കേണ്ടത് സർവീസ് വാങ്ങുന്ന റെസിപ്പിയന്റും, ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി സപ്ലയർ ആയ പാർട്ടി ഓഫീസ് കോപ്പിയായി ഹോൾഡ് ചെയ്യും. ഇതാണ് കൺസെപ്റ്റ്. മാനർ ഓഫ് ഇഷ്യൂയിങ് ടാക്സ് ഇൻവോയ്സ്. ഓക്കെ, ഈ ഏരിയ ഈ റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് ഞാൻ പിന്നെ പറയാം. റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് ഒരു കോഡ് പറയാൻ പിന്നെ പറയാം. വെയിറ്റ് ചെയ്യുക. റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് അതല്ലാത്ത ഏരിയ പിന്നെ പറയാം. വെയിറ്റ് ചെയ്യാം. റെസീറ്റ് വൗച്ചർ പറഞ്ഞെങ്കിലും പറയാം. ഒരു രജിസ്റ്റേർഡ് പാർട്ടി GST ആക്ട് പ്രകാരം രജിസ്റ്റേർഡ് ട്രേഡർ ആയ പാർട്ടി കസ്റ്റമറെ കയ്യിൽ നിന്നും അഡ്വാൻസ് എമൗണ്ട് വാങ്ങുന്നുണ്ടെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് അഡ്വാൻസ് ആണ് വാങ്ങുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുക്കേണ്ട കൺസെപ്റ്റ് ആണ് റെസീറ്റ് വൗച്ചർ. ഒരു പറഞ്ഞതാണ്, റിവൈൻഡ് ചെയ്യാം. ഒരു രജിസ്റ്റേർഡ് പാർട്ടി whenever a registered person receives an advance payment with respect to any supply of goods or service, he has to issue a receipt voucher or any other document containing such particulars as evidencing receipt of such payment. എത്ര എമൗണ്ട് ആണ് ആരെ കയ്യിൽ നിന്നാണോ അഡ്വാൻസ് എമൗണ്ട് വാങ്ങിയത്, ഇന്ന ഡേറ്റിൽ നിന്ന് ഇന്ന പാർട്ടിൽ അഡ്വാൻസ് എമൗണ്ട് വാങ്ങി. ഇതാണ് റെസീറ്റ് വൗച്ചർ. ഇനി റീഫണ്ട് വൗച്ചർ ആണ്. റീഫണ്ട് വൗച്ചർ മീൻ റീഫണ്ട് ഒക്കെ. ഫോർ എക്സാമ്പിൾ ഒരു ട്രേഡർ ആണ് അഡ്വാൻസ് എമൗണ്ട് ഒരു 20,000 രൂപ അഡ്വാൻസ് എമൗണ്ട് ഗുഡ്സ് വിൽക്കാൻ വേണ്ടി 20,000 രൂപ അഡ്വാൻസ് എമൗണ്ട് വാങ്ങി. അസ്യൂം ചെയ്യാം. അങ്ങനെ അഡ്വാൻസ് എമൗണ്ട് വാങ്ങുമ്പോൾ എന്ത് കൊടുക്കും? റെസീപ്റ്റ് വൗച്ചർ കൊടുക്കും. അങ്ങനെ റെസീപ്റ്റ് വൗച്ചർ കൊടുത്തു. എനിക്ക് ഗുഡ്സ് വിൽക്കാൻ പറ്റുന്നില്ല. അഡ്വാൻസ് എമൗണ്ട് വാങ്ങി, പക്ഷെ ആ പാർട്ടി ഗുഡ്സ് വിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഗുഡ്സ് വിൽക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഓൾറെഡി വാങ്ങിയ അഡ്വാൻസ് നിങ്ങൾ തിരിച്ചു കൊടുക്കും. അങ്ങനെ അഡ്വാൻസ് എമൗണ്ട് തിരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട ഡോക്യുമെന്റ് ആണ് റീഫണ്ട് വൗച്ചർ. ഒരു പാർട്ടി ഒരു കസ്റ്റമറെ കയ്യിൽ അഡ്വാൻസ് എമൗണ്ട് വാങ്ങുമ്പോൾ കൊടുക്കുന്ന ഡോക്യുമെന്റ് ആണ് റെസീറ്റ് വൗച്ചർ. ഓൾറെഡി റെസീറ്റ് വൗച്ചർ ഇഷ്യൂ ചെയ്തു. ആ പാർട്ടിക്ക് ഗുഡ്സോ സർവീസോ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഓൾറെഡി നിങ്ങൾ വാങ്ങിയ അഡ്വാൻസ് എമൗണ്ട് തിരിച്ചു കൊടുക്കും, റീഫണ്ട് ചെയ്യും. റീഫണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഡോക്യുമെന്റ് ആണ് റീഫണ്ട് വൗച്ചർ. പറയും. ഡൗട്ടുള്ളവർ പറയാം. ഓക്കെ, ഈ ചാപ്റ്ററിൽ ടാക്സ് ഇൻവോയ്സ് ചാപ്റ്ററിൽ എടുക്കാനുള്ള ഏരിയ പറയുന്ന ഒരു ഏരിയ
UIN, ഒരു ഏരിയ UIN പറയാൻ വെയിറ്റ് ചെയ്യുക. UIN. രണ്ടാമത്തെ ഏരിയ ആണ് റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ്. രണ്ടാമത്തെ ഏരിയ ആണ് റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ്. മൂന്നാമത്തെ ഏരിയ ആണ് ക്രെഡിറ്റ് നോട്ട് ആൻഡ് ഡെബിറ്റ് നോട്ട്. ഇതാണ് ചാപ്റ്ററിന്റെ ഏരിയ കേട്ടോ. ഓക്കെ, ആ ഏരിയ നമുക്ക് നാളെ എടുക്കാം കേട്ടോ. ആയിരം നാളെ എടുക്കാം. സോറി, തിരിച്ചു പറയാം. കണ്ടന്റ് വേണ്ട. ഓക്കെ ഓക്കെ, ആയിരം നാളെ എടുക്കാം. ഓക്കെ, നമുക്ക് നാളെ എടുക്കാം. നമുക്ക് നാളെ എടുക്കാം. ടുഡേ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് നാളെ എടുക്കാം കേട്ടോ. റിമൈനിങ് ഏരിയ നാളെ എടുക്കണ്ട. റിമൈനിങ് ഏരിയ നാളെ എടുക്കാം.